ഗുഡ് മോർണിംഗ്. എല്ലാവരും വീഡിയോ ഓൺ ചെയ്യാം കേട്ടോ. വീഡിയോ എല്ലാവരും ഓൺ ചെയ്യും. അഹമ്മദ് ഇർഫാൻ, ഐഷ സലീം, റൂബി, സുഫ്ന, സാമുവൽ, ഷെറിൻ, ഇപ്പൊ നമ്മൾ ഇന്നലെ കണ്ടക്ടൻസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വാട്ട് ഈസ് ദ ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ് ഓഫ് സൊല്യൂഷൻസ് അല്ലെ? അപ്പൊ എന്തൊക്കെയാണ് കണ്ടക്ടൻസ്? രണ്ട് തരത്തിലുള്ള കണ്ടക്ടൻസ് ഉണ്ട്. ഏതൊക്കെയാണ് രണ്ട് തരത്തിലുള്ള കണ്ടക്ടൻസ്? പറഞ്ഞ മുദസ്സിറെ, which are the two types of conductance? മെറ്റാലിക് കണ്ടക്ടൻസും അയോണിക് കണ്ടക്ടൻസും. മെറ്റാലിക് കണ്ടക്ടൻസ് ആൻഡ് അയോണിക് കണ്ടക്ടൻസ്. എന്താണ് മെറ്റാലിക് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ? മെറ്റലിൽ കൂടെ പാസ് ചെയ്യുന്നത്. മെറ്റലിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് അല്ലെ? ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ മെറ്റാലിക് കണ്ടക്ടൻസ് എന്ന് വിളിക്കുന്നത്. നേരെ മറിച്ച് ഒരു സൊല്യൂഷനിലുള്ള അയോൺസിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അയോണിക് കണ്ടക്ടൻസ് അഥവാ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതാണ് മോളാർ കണ്ടക്ടൻസ്. അപ്പൊ എല്ലാവർക്കും അടുത്ത ഹെഡിങ് എഴുതാം, മോളാർ കണ്ടക്ടൻസ്. ബോർഡ് എല്ലാവർക്കും കാണാമല്ലോ അല്ലെ? മോളാർ കണ്ടക്ടൻസ്. മോളാർ കണ്ടക്ടൻസ് അതെന്താന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് എഴുതി തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. എഴുതിക്കോളൂ. മോളാർ കണ്ടക്ടിവിറ്റി എന്ന് എഴുതിക്കോട്ടെ. മോളാർ കണ്ടക്ടൻസ് അല്ല, മോളാർ കണ്ടക്ടിവിറ്റി. മോളാർ കണ്ടക്ടൻസ് അല്ല, മോളാർ കണ്ടക്ടിവിറ്റി. മോളാർ കണ്ടക്ടിവിറ്റി. മോളാർ കണ്ടക്ടിവിറ്റി. എഴുതിക്കോളുക. മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ. Molar conductivity of a solution. Molar conductivity of a solution at a given concentration. At a given concentration. Molar conductivity of a solution at a given concentration is the conductance of is the conductance of 1 mole of an electrolytic solution is the conductance of 1 mole of an electrolytic solution. 1 mole of an electrolytic solution kept between 2 electrodes
ഇലക്ട്രോഡ് എന്നാണ് പറഞ്ഞത്, ഇലക്ട്രോൺ അല്ല. two electrodes kept between two electrodes with area of cross section എന്നിട്ട് ഇതുപോലെ എഴുതുക. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ക്യാപിറ്റൽ ലെറ്റർ എ, with area of cross section capital letter A, with area of cross section capital letter A, and distance of unit length, and distance of unit length, and distance of unit length. അപ്പൊ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരുന്നോളുക. അതായത് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഇതുപോലെ ഒരു ബീക്കർ ഉണ്ടെന്ന് കരുതുക. ഇതുപോലെ ഒരു ബീക്കർ ഉണ്ട്. ഇതുപോലെ ഒരു ബീക്കർ ഉണ്ടെന്ന് കരുതുക. ഈ ബീക്കറിന്റെ അകത്തേക്ക് നമ്മൾ 2 ഇലക്ട്രോഡുകൾ ഇറക്കി വെച്ചിട്ടുണ്ട്. 2 മെറ്റൽ ഇലക്ട്രോഡുകൾ നമ്മളിങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഈ മെറ്റൽ ഇലക്ട്രോഡിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എ ആണ്. സോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 ഇലക്ട്രോഡിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ എന്ന് എടുക്കണം. അതാണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഈ 2 ഇലക്ട്രോഡുകളും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് യൂണിറ്റ് ലെങ്ത് ആണ്. 2 ഇലക്ട്രോഡുകളുടെ തമ്മിലിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് ലെങ്ത്. യൂണിറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ 1 സെന്റിമീറ്ററോ 1 മീറ്ററോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. 1 സെന്റിമീറ്റർ എന്ന് എടുക്കാം, അല്ലെങ്കിൽ 1 മീറ്റർ എന്ന് എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. യൂണിറ്റ് ലെങ്ത് ആണ് അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ബീക്കറിൽ ഒരു സൊല്യൂഷൻ എടുക്കുകയെന്ന് വിചാരിക്കുക. ഒരു ഇലക്ട്രോലൈറ്റ്, ഇപ്പൊ ഏതെങ്കിലും ഒരു ഇലക്ട്രോലൈറ്റ് നമ്മൾ ഈ സൊല്യൂഷനിൽ ഈ ബീക്കറിൽ എടുക്കുവാണ്. ഈ ബീക്കറിൽ നമ്മൾ ഏതെങ്കിലും ഇപ്പൊ ഒരു ഏത് ഇലക്ട്രോലൈറ്റ്, അപ്പൊ NaCl എന്ന് പറഞ്ഞ ഇലക്ട്രോലൈറ്റ് എടുത്തു എന്ന് വിചാരിക്കുക. ഈ ഇലക്ട്രോലൈറ്റ് എന്തോരം എടുക്കണം? 1 മോൾ ആയിരിക്കണം ഈ ഇലക്ട്രോലൈറ്റ് എടുക്കുന്നത്. 1 മോൾ കോൺസെൻട്രേഷൻ ഉള്ള ഇലക്ട്രോലൈറ്റ് ആയിരിക്കണം എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 2 ഇലക്ട്രോഡുകൾ നമ്മൾ ഇതിനകത്ത് മുക്കി വെച്ചേക്കുവാണ്. ഈ ഇലക്ട്രോലൈറ്റിൽ മുക്കിയാണ് നമ്മൾ ഈ 2 ഇലക്ട്രോഡും വെച്ചിരിക്കുന്നത്. ഈ 2 ഇലക്ട്രോഡിന്റെ ഇടയിൽ വരുന്ന ഈ സൊല്യൂഷൻ ഉണ്ടല്ലോ, ഇത്രയും ഭാഗത്തുള്ള ഈ സൊല്യൂഷൻ, ആ സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റിക്കാണ് നമ്മൾ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 ഇലക്ട്രോഡുകളുടെ ഇടയിൽ വരുന്ന ആ സൊല്യൂഷൻ കാണിക്കുന്ന കണ്ടക്ടിവിറ്റി, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മോളാർ കണ്ടക്ടിവിറ്റി എന്ന്. ഇനി നിങ്ങളൊന്ന് വായിച്ചു നോക്കിയ ഡെഫിനേഷൻ. Molar conductivity of a solution at a given concentration is the conductance of 1 mole of an electrolyte. അപ്പോൾ 1 mole ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടൻസ് ആണ്. 1 mole of an electrolyte kept between 2 electrode. 2 ഇലക്ട്രോഡിന്റെ ഇടയിലാണ് നമ്മൾ ആ ഇലക്ട്രോലൈറ്റിനെ വെച്ചിരിക്കുന്നത്. Kept between 2 electrode with area of cross section A. അതായത് ആ ഇലക്ട്രോഡിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്രയായിരിക്കണം? A ആയിരിക്കണം. ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് യൂണിറ്റ് ലെങ്ത്. ആ ഇലക്ട്രോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് യൂണിറ്റ് ലെങ്ത് ആയിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇടയിൽ വരുന്ന 1 മോൾ സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റിക്കാണ് നമ്മൾ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. 1 മോൾ ഇലക്ട്രോലൈറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കണ്ടക്ടിവിറ്റി, മൊത്തം ആ ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റി എത്രയാണോ അതാണ് മോളാർ കണ്ടക്ടിവിറ്റി. എന്തെങ്കിലും സംശയം ഉണ്ടോ? എനി ഡൗട്ട്? മോളാർ കണ്ടക്ടിവിറ്റി അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു സൈഡ് ഹെഡിങ് ആയിട്ട് എഴുതിക്കൊള്ളുക. വേരിയേഷൻ ഓഫ് അടുത്ത സൈഡ് ഹെഡിങ് ആണ് വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി. അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ ആ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് എഴുതിയില്ലേ, അതിന്റെ ബ്രാക്കറ്റിൽ അതിനെ റെപ്രസെന്റ് ചെയ്യണം എങ്ങനെയാണെന്ന് എഴുതണമായിരുന്നു. മോളാർ കണ്ടക്ടിവിറ്റിനെ നമ്മളിങ്ങനെ ലാംഡ എം എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ലെറ്റർ ലാംഡയാണ് കേട്ടോ ഞാൻ എഴുതിയേക്കണേ. അങ്ങനെ തന്നെ എഴുതണേ. ഒരു വി തലയും കുത്തി ഇട്ടാൽ മതി. ഒരു വി നമ്മളിങ്ങനെ തലയും കുത്തി ഇടുക. എന്നിട്ട് അതിന്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എം എന്നും കൂടെ കൊടുക്കുക. സ്മോൾ ലെറ്റർ എം, ലാംഡ എം. ഈ മോളാർ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റും കൂടെ ഒന്ന് എഴുതി വെച്ചാൽ ഞാൻ പറയാൻ മറന്നുപോയി. യൂണിറ്റ് ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി. Unit of molar conductivity. അതാണ് ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ സ്ക്വയർ
മോൾ ഇൻവേഴ്സ്, അല്ലെങ്കിൽ വേറൊരു യൂണിറ്റ് ആണ് സീമെൻസ് സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. ഇതാണ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്. അതുപോലെ തന്നെ മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും കൂടെ ഉണ്ട്, അതും കൂടെ എഴുതി വെക്കണം. മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം ഇസ് ഈക്വൽ ടു കാപ്പ ഡിവൈഡഡ് ബൈ സി. കാപ്പ ഡിവൈഡഡ് ബൈ സി. എന്നിട്ട് നിങ്ങൾ എഴുതുക കാപ്പ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ കണ്ടക്ടിവിറ്റി. നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. കാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടക്ടിവിറ്റി, സി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ. മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് കാപ്പ ബൈ സി. ഇത്രയും കാര്യങ്ങളാണ് മോളാർ കണ്ടക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. എന്താണ് അതിന്റെ ഡെഫിനിഷൻ, എന്താണ് അതിന്റെ യൂണിറ്റ്, അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? കാപ്പ ഡിവൈഡഡ് ബൈ സി. അപ്പൊ ഇനി നമ്മുടെ ഹെഡിങ് വീണ്ടും എഴുതിക്കൊള്ളുക. വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി. വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി. Variation of conductivity and molar conductivity with concentration. With concentration. With concentration. Variation of conductivity and molar conductivity with the concentration. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതായത് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ടെന്ന് കരുതുക. അപ്പൊ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ആ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ ഞാൻ മാറ്റുന്നതിനനുസരിച്ച്, ഇപ്പൊ കോൺസെൻട്രേഷൻ മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താ? 1 മോളാർ ആയിരുന്നു, പിന്നെ 2 മോളാറായി, പിന്നെ 3 മോളാറായി, 4 മോളാറായി. അങ്ങനെ നമ്മൾ പല പല കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറയ്ക്കുക. 1 മോളാർ ആകുന്നത് 0.5 ആയി, 0.25 ആയി, 0.15 ആയി. അങ്ങനെ നമ്മൾ കോൺസെൻട്രേഷൻ കുറച്ചു വരിക, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൂട്ടുന്നതിനനുസരിച്ചോ കുറയ്ക്കുന്നതിനനുസരിച്ചോ ഈ സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റിക്ക് വരുന്ന മാറ്റം, അല്ലെങ്കിൽ ഈ സൊല്യൂഷന്റെ മോളാർ കണ്ടക്ടിവിറ്റിക്ക് വരുന്ന മാറ്റം എന്താണ്? അതിനെപ്പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ കയ്യിൽ ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ആ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ ആ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ ആ സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റിക്ക് എന്ത് മാറ്റം വരും, അല്ലെങ്കിൽ ആ സൊല്യൂഷന്റെ മോളാർ കണ്ടക്ടിവിറ്റിക്ക് എന്ത് മാറ്റം വരും? ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ. നമ്മളിപ്പോ കോൺസെൻട്രേഷൻ കൂട്ടുന്ന കാര്യം പറയുന്നില്ല. ഈ സെഷനിൽ നമ്മൾ കോൺസെൻട്രേഷൻ കുറയ്ക്കുന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കുറച്ചു കഴിഞ്ഞാൽ ആ സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി കൂടുകയോ കുറയോ? ഇതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്? ഒരു സൊല്യൂഷൻ എടുക്കാൻ പോവാണ്. ഇത് ഞാൻ എഴുതി തരാം, നിങ്ങളിപ്പോ ശ്രദ്ധിച്ചിരുന്നാൽ മതി. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സൊല്യൂഷൻ എടുത്തു. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ ഇപ്പൊ എന്ത് സൊല്യൂഷൻ? അപ്പൊ NaOHന്റെ സൊല്യൂഷൻ ആണെന്ന് വിചാരിച്ചു, സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ, അല്ലെങ്കിൽ NaClന്റെ സൊല്യൂഷനോ അങ്ങനെ ഏതെങ്കിലും ഒരു ഇലക്ട്രോലൈറ്റ് ആണെന്ന് വിചാരിക്കും. ഈ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ഇപ്പൊ എത്രയെങ്കിലും ആയിക്കോട്ടെ, എത്ര ഇപ്പൊ എക്സ് ആണ് ഇതിന്റെ കോൺസെൻട്രേഷൻ എന്ന് വിചാരിക്കാം. എക്സ് ആണ് കോൺസെൻട്രേഷൻ, വേണമെങ്കിൽ 1 മോളാർ എന്ന് കൂട്ടിക്കോ. ഈ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്താൽ ഈ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കുറയും? ചോദിക്കണ ആൾ പറഞ്ഞാൽ മതി. ഞാൻ എന്ത് ചെയ്താൽ ഈ കോൺസെൻട്രേഷൻ കുറയ്ക്കാം? ഇപ്പൊ 1 മോളാർ ആണ് കോൺസെൻട്രേഷൻ, എനിക്ക് അതിന്റെ പകുതി ആക്കണം, 0.5 മോളാർ ആക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? നസ്ന? നസ്ന കേൾക്കാമോ? ഉറക്കെ പറഞ്ഞേ, കേൾക്കാൻ പറ്റുന്നില്ല. ഇസാൻ എന്ത് ചെയ്യണം കോൺസെൻട്രേഷൻ കുറയ്ക്കണമെങ്കിൽ? എന്ത് ചെയ്യണം കോൺസെൻട്രേഷൻ കുറയ്ക്കണമെങ്കിൽ? വാട്ടർ ആഡ് ചെയ്താൽ മതി. വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കോൺസെൻട്രേഷൻ, അല്ലേ, നമ്മൾ ആസിഡിന്റെ ഒക്കെ കോൺസെൻട്രേഷൻ കുറയ്ക്കുന്നത് അതിന്റെ അകത്തേക്ക് വെള്ളം ആഡ് ചെയ്തിട്ടല്ലേ? അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ അകത്തേക്ക് വെള്ളം ആഡ് ചെയ്താൽ മതി. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിന്റെ കോൺസെൻട്രേഷൻ കുറയും. അപ്പൊ നിങ്ങൾ നോക്കുക,
എന്താണ് ഈ സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? അപ്പൊ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡെഫിനേഷൻ എന്താ? വാട്ട് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി? ഐഷ, എന്താണ് കണ്ടക്ടിവിറ്റിയുടെ ഡെഫിനേഷൻ? സാർ ബുക്ക് മറിച്ച് പറഞ്ഞ അപ്പുറത്തേക്ക് എത്താറായല്ലോ. ഇല്ല, അത് ഇനി മറക്കണം എന്നില്ല, ഞാൻ പറഞ്ഞുതരാം. അതായത് ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റിവിറ്റി. ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്നൊന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല, അതിന്റെ കറക്റ്റ് ഡെഫിനേഷൻ പറയണം. അതായത് യൂണിറ്റ് ലെങ്ത്തും യൂണിറ്റ് ഏരിയയും ഉള്ള ഒരു വസ്തു എടുക്കുകയെന്ന് വിചാരിക്കുക. അത് ഈ വസ്തുവിന്റെ ലെങ്ത്തും യൂണിറ്റി ആണ്, ഏരിയയും യൂണിറ്റി ആണ്. ദാറ്റ് ഈസ് ഏരിയയും യൂണിറ്റി ആണ്, 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വസ്തുവിന്റെ കണ്ടക്ടൻസിന് വിളിക്കുന്ന പേരാണ് കണ്ടക്ടിവിറ്റി. അതായത് ലെങ്ത് 1ഉം ഏരിയയും 1ഉം ഉള്ള ഒരു വസ്തു കാണിക്കുന്ന കണ്ടക്ടൻസ്, അതിനെയാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ കണ്ടക്ടിവിറ്റി ഈസ് ദ കണ്ടക്ടൻസ് ഓഫ് എ സബ്സ്റ്റൻസ് വിത്ത് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. യൂണിറ്റ് ലെങ്തും യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള ഒരു വസ്തു കാണിക്കുന്ന കണ്ടക്ടൻസ്, അത് എത്രമാത്രം കണ്ടക്ടൻസ് കാണിക്കുന്നുണ്ടോ അതിനെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. പക്ഷെ അത് നമുക്കിപ്പോ ഈ സൊല്യൂഷന്റെ കേസിൽ അങ്ങനെ ലെങ്ത് ഏരിയ ഒക്കെ നമുക്ക് പറയാൻ പറ്റുമോ? സൊല്യൂഷൻ അങ്ങനെ ഒരു ലെങ്ത് ഏരിയ അങ്ങനെയൊക്കെ ഉണ്ടോ? പറയാം. എങ്ങനെ പറയാം? നമുക്ക് ആ ബീക്കറിന്റെ ലെങ്ത്തും ബീക്കറിന്റെ ഏരിയ ഒക്കെ പറയാം. പക്ഷെ അത് പറയുന്നതിനേക്കാളും നല്ലത് വേറൊരു ടേം പറയുവാണ്. അത് ഏത് ടേം ആണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ ലെങ്ത്തും ഏരിയയും പറയുന്നതിനേക്കാളും നല്ലത് സൊല്യൂഷന്റെ മറ്റൊരു ടേം പറയുമായിരിക്കും. ലെങ്ത്തും ഏരിയ അല്ലാണ്ട് പിന്നെ എന്ത് ടേമാ ഉള്ളേ? കുറച്ചുപേര് കൈ വെക്കുന്നുണ്ടല്ലോ. ഭീമ, വോളിയം. യെസ്, കറക്റ്റ്. വോളിയം. സൊല്യൂഷന്റെ നമ്മൾ ലെങ്ത്തും ഏരിയയും മാത്രമല്ലല്ലോ, ഒരു ഹൈറ്റും കൂടെ ഉണ്ട് അല്ലെ? ലെങ്ത്തും ഉണ്ട്, ബ്രെഡ്ത്തും ഉണ്ട്, ഹൈറ്റും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സൊല്യൂഷന്റെ വോളിയമാണ് നമ്മൾ സാധാരണഗതിയിൽ പറയാറ്. അപ്പൊ ഈ സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? നമ്മൾ ഈ സൊല്യൂഷനിൽ ഒരു കുറച്ച് ഭാഗം എടുക്കുക. ആ ഭാഗത്തിന്റെ പ്രത്യേകത എന്താണ്? ഇത് യൂണിറ്റ് വോളിയമാണ്. ഈ സൊല്യൂഷന്റെ കുറച്ച് ഭാഗം, ആ ഭാഗം എന്തോരം ഉണ്ട്? യൂണിറ്റ് വോളിയം. യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? 1 സെന്റിമീറ്റർ നീളം, 1 സെന്റിമീറ്റർ വീതി, 1 സെന്റിമീറ്റർ ഉയരം. ഉയരം ഇതിന്റെ അകത്ത് കാണിക്കാൻ പറ്റില്ല, കാരണം ഇതൊരു 2 ഡയമെൻഷണൽ ഫിഗർ ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 1 സെന്റിമീറ്റർ നീളവും 1 സെന്റിമീറ്റർ വീതി, 1 സെന്റിമീറ്റർ ഉയരം ഉള്ള ഒരു സ്ഥലം, അത്ര ഒരു ക്യൂബ് ആയിരിക്കും അന്നേരം. അത്രയും ഭാഗത്തെ സൊല്യൂഷൻ എടുക്കുക. അത് യൂണിറ്റ് വോളിയത്തിലുള്ള സൊല്യൂഷൻ എടുക്കുക. എന്നിട്ട് ആ സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി കണ്ടക്ടൻസ് എത്രയാണോ അതിനെയാണ് ഈ സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്താ ഇപ്പൊ മനസ്സിലായത്? നമ്മൾ യൂണിറ്റ് വോളിയം സൊല്യൂഷന്റെ കണ്ടക്ടൻസ് എത്രയാണോ അത് തന്നെയായിരിക്കും ഈ സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി. അപ്പൊ നമ്മൾ കണ്ടക്ടിവിറ്റിനെ സാധാരണ റെപ്രസെന്റ് ചെയ്യാറ് യൂണിറ്റ് ലെങ്ത്തും യൂണിറ്റ് ഏരിയ ഉള്ള സാധനത്തിന്റെ കണ്ടക്ടൻസ് ആണ്. പക്ഷെ നമ്മൾ സൊല്യൂഷന്റെ കേസിൽ അങ്ങനെ ഏരിയയും ലെങ്ത്തും വെച്ച് പറയാൻ പറ്റില്ല, വോളിയം വെച്ചേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ യൂണിറ്റ് ലെങ്ത്തും യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നതിന് പകരം എന്ത് പറഞ്ഞാൽ അത് യൂണിറ്റ് വോളിയം. അപ്പൊ യൂണിറ്റ് വോളിയത്തിന്റെ കണ്ടക്ടൻസ് അതായിരിക്കും ഈ സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ കണ്ടക്ടിവിറ്റി എന്താണെന്ന് മനസ്സിലായോ? കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ കണ്ടക്ടൻസ് ഓഫ് യൂണിറ്റ് വോളിയം ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ്. ഒരു ഇലക്ട്രോലൈറ്റിന്റെ യൂണിറ്റ് വോളിയത്തിന്റെ കണ്ടക്ടൻസിനെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ശരി, അപ്പൊ കണ്ടക്ടിവിറ്റി എന്താണെന്ന് മനസ്സിലായി. ഇനി ഈ കണ്ടക്ടിവിറ്റിക്ക് എന്ത് പറ്റും എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഈ സൊല്യൂഷനെ നമ്മൾ ഡയല്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ, ഈ സൊല്യൂഷനിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടക്ടിവിറ്റിക്ക് എന്ത് സംഭവിക്കും? അതാണ് ചോദ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ സൊല്യൂഷനിലേക്ക് കുറെ വെള്ളം ഞാൻ കോരി ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റിക്ക് എന്ത് സംഭവിക്കും? കൂടുവോ കുറയോ? കൂടുമെങ്കിൽ എന്തുകൊണ്ട്, കുറയുമെങ്കിൽ എന്തുകൊണ്ട്? അതാണ് ചോദ്യം. ആലോചിക്കൂ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കണം, ഈ സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റിക്ക് കാരണക്കാരൻ ആരാണ്? ആര് കാരണമാണ് ഈ സൊല്യൂഷൻ കണ്ടക്ട് ചെയ്യുന്നത് എന്ന് ആലോചിക്കുക. ആര് കാരണം ഈ സൊല്യൂഷൻ കണ്ടക്ട് ചെയ്യുന്നത്? പാരിസ്. ഈ സൊല്യൂഷൻ കണ്ടക്ട് ചെയ്യാൻ കാരണക്കാരൻ ആരാ? ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യും, അതിന്റെ കാരണം ആരാ? അയോൺസ്. യെസ്, കറക്റ്റ്. അപ്പൊ അതിൻ്റെ അകത്തുള്ള അയോൺസ് Na+ അയോൺസും OH- അയോൺസും. അപ്പൊ നിങ്ങൾ ഇതിനകത്തേക്ക് വെള്ളം കോരി ഒഴിച്ച്, അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഈ സൊല്യൂഷന്റെ ഈ യൂണിറ്റ് ലെങ്ത് എടുത്ത്, ഈ യൂണിറ്റ് വോളിയം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്തും കുറച്ച് അയോൺസ് ഉണ്ടാവുമല്ലോ. Na+, OH-, Na+,
OH മൈനസ്, ഇങ്ങനെ കുറെ അയോൺസ് ഈ യൂണിറ്റ് ലെങ്തിലും ഉണ്ടാവും അല്ലെ, ഈ യൂണിറ്റ് വോളിയത്തിലും കുറെ അയോൺസ് ഉണ്ടായിരിക്കും. ഈ അയോൺസിന്റെ എണ്ണത്തിന് എന്ത് സംഭവിക്കും? വെള്ളം നമ്മൾ കുറെ ഒഴിച്ച് കഴിയുമ്പോൾ ഈ യൂണിറ്റ് വോളിയത്തിലുള്ള അയോൺസിന്റെ എണ്ണത്തിന് എന്ത് സംഭവിക്കും? എണ്ണം കൂടുവോ എണ്ണം കുറയുമോ? അതാണ് ചോദ്യം. ഇപ്പൊ യൂണിറ്റ് വോളിയത്തിൽ ഒരു 10 അയോൺ ഉണ്ടെന്ന് കരുതിക്കോ, മൊത്തം ഒരു 10 അയോൺ ഇപ്പോൾ ഉണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ കുറെ വെള്ളവും കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യൂണിറ്റ് വോളിയത്തിലുള്ള അയോൺസിന്റെ എണ്ണം 10നേക്കാൾ കൂടുവോ 10നേക്കാൾ കുറയോ? അത്രയും പറഞ്ഞാൽ മതി. സാമുവൽ? ഒന്നും ആവത്തില്ല, കുറയൂല കൂടുതലല്ലോ. കുറയൂല. കാരണം ആ സാധനം കൂടെ പോകുന്നില്ലല്ലോ, പുറത്തേക്ക് പോകുന്നില്ലല്ലോ. സാമുവലിനോട് ഞാൻ ഇങ്ങനെ വട്ടത്തിൽ ഓടാൻ പറഞ്ഞു വിചാരിക്കുക, ഇങ്ങനെ വട്ടത്തിൽ ഓടാൻ പറയുകയാണ്. അപ്പോ എത്രമാത്രം ഓടുന്നോ അത്രയും മിഠായി ഞാൻ സാമുവലിന് തരും. അപ്പൊ ആ സാമുവലിനെ ഞാനൊരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കൊണ്ട് നിർത്തുന്നതായിരിക്കുമോ അതോ വീടിന്റെ ഒരു മുറിയിൽ നിർത്തുന്നതായിരിക്കുമോ സാമുവലിന് ഉപകാരപ്പെടുക? മുറിയിലാണ് അല്ല സ്റ്റേഡിയത്തിൽ ദൂരം ഓടാനല്ലോ, മുറിയിൽ. അതായത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഈ വസ്തുവിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എപ്പോഴാണ് കൂടുന്നത്? വസ്തുവിന്റെ വോളിയം കൂടുമ്പോഴാണ്. നിങ്ങൾ ആലോചിക്കാം, നമ്മൾ ഈ ബീക്കറിലേക്ക് കുറെ കൂടെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സൊല്യൂഷന്റെ വോളിയം കൂടും അല്ലെ? എന്തായാലും ഇപ്പൊ 5 ലിറ്റർ ഉണ്ടെന്ന് കരുതിക്കോ, നമ്മൾ വെള്ളം കൂടെ ഒഴിച്ചു കഴിയുമ്പോൾ അത് 10 ലിറ്റർ ആവും. അപ്പൊ അത്രയും സ്പേസ് കൂടി. അപ്പൊ ഈ Na+ അയോൺസിനും OH- അയോൺസിനും ഒരിടത്ത് അങ്ങനെ ഒതുങ്ങി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവര് നിങ്ങളെ പോലെ അത്ര മര്യാദക്കാരൊന്നുമല്ല. അവരിങ്ങനെ ആ സൊല്യൂഷനിൽ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും. അങ്ങനെ ഓടി നടക്കുന്ന കൂട്ടത്തില് എന്താ, ഇപ്പൊ 5 ലിറ്ററിൽ കിടന്ന് ഓടുന്നത് വെള്ളം കൂടി വെച്ച് കഴിയുമ്പോൾ 10 ലിറ്റർ സ്പേസ് അവർക്ക് കിട്ടുവാണ്, അത്രയും വോളിയം കിട്ടുവാണ്. അപ്പൊ ഈ Na+ അയോൺസും OH- അയോൺസും ഇങ്ങനെ 10 ലിറ്ററിലേക്ക് വ്യാപിക്കും. അതായത് അത്രയും ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യും. അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ 5 പേരെ ഒരു ചെറിയ മുറിയിൽ കൂട്ടിയിട്ടേക്കുവാന്ന് ചോദിക്കാം, ചെറിയ മുറിയിൽ കൂട്ടിയിട്ടേക്കുവാണ് 5 പേരെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതിന്റെ ഒരു യൂണിറ്റ് വോളിയം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് 1-2 പേര് പെടും അല്ലെ? ഒരു യൂണിറ്റ് വോളിയം നമ്മൾ ആ മുറിയിൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് 1-2 ആളുകൾ പെടും. എന്നാൽ നമ്മൾ ഈ 5 പേരെ തന്നെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് തുറന്നു വിട്ട് കഴിഞ്ഞാലോ, ഈ 5 പേര് ആ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ഒരു 3-4 മൂലയിൽ അങ്ങ് പോയി നിൽക്കും, അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് സ്പ്രെഡ് ചെയ്യും. അപ്പൊ നമ്മൾ ഒരു യൂണിറ്റ് വോളിയം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ചിലപ്പോൾ ആരും തന്നെ കണ്ടോളണമെന്നില്ല. നമ്മൾ എടുക്കുന്ന യൂണിറ്റ് വോളിയത്തിൽ ഒരു മനുഷ്യനും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതേ സെൻസ് തന്നെയാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്. അതായത് ഇപ്പൊ ഈ ബീക്കറിൽ ഇപ്പൊ ഇത്രയും സ്ഥലമേ ഉള്ളൂ, ആകെ ഇത്രയും സ്ഥലം ഈ ബീക്കറിലുള്ളൂ. ഇത്രയും സ്ഥലത്തല്ലേ ഈ NaOH നിൽക്കാൻ പറ്റുള്ളൂ. ഈ Na+ അയോൺസിന് OH- അയോൺസിന് ഇത്രയും സ്ഥലത്തേ നിൽക്കാൻ പറ്റുള്ളൂ. അതിൽ തന്നെ നമ്മൾ ഒരു യൂണിറ്റ് വോളിയാണ് എടുത്തേക്കണത്. ഇത്രയും സ്ഥലമാണ് നമ്മൾ എടുത്തേക്കണത്. അപ്പൊ നമ്മൾ നോക്കിയപ്പോ അതിന്റെ അകത്തൊരു 10 അയോൺ ഉണ്ടെന്ന് വിചാരിക്കുക, അതിന്റെ അകത്തൊരു 10 അയോൺ ഉണ്ട്. ഇനി ഞാൻ ഇതിന്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? ഇത്രയും ഭാഗത്തും കൂടെ എന്താ വെള്ളം വന്നു, ഇത്രയും നമ്മൾ വെള്ളം ഒഴിച്ചേക്കുക. അപ്പൊ നേരത്തെ ഇത്രയും ഉണ്ടാകുന്ന സ്ഥലം ഇപ്പൊ ഇത്രയുണ്ട്. അപ്പൊ ഈ NaOH അയോൺസ് മൊത്തത്തിൽ അങ്ങ് വ്യാപിക്കാം. ഇവിടെ നിൽക്കാം, ഇവിടെ നിൽക്കാം, ഇവിടെ നിൽക്കാം, ഇവിടെ നിൽക്കാം. അപ്പോഴും നമ്മൾ ഈ യൂണിറ്റ് വോളിയം മാത്രമേ എടുക്കുന്നുള്ളൂ. അങ്ങനെ യൂണിറ്റ് വോളിയം എടുക്കുമ്പോൾ നമ്മൾ ആദ്യം എടുത്തത്ര അയോൺസ് അതിന്റെ അകത്ത് ഉണ്ടായിരിക്കില്ല, അയോൺസിന്റെ എണ്ണം കുറയും. അപ്പൊ നേരത്തെ 10 അയോൺ ഉണ്ടാകുന്നിടത്ത് ചിലപ്പോൾ ഇപ്പൊ 7 അയോണോ വല്ല 6 അയോണോ 3 അയോണോ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള അയോണിന്റെ നമ്പർ കുറയും നമ്മൾ ഡയല്യൂട്ട് ചെയ്യുമ്പോൾ. അപ്പൊ യൂണിറ്റ് വോളിയത്തിലുള്ള അയോണിന്റെ നമ്പർ കുറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റിയും ഒബ്വിയസ്ലി കുറയും. കാരണം എന്താ, കണ്ടക്ടിവിറ്റിക്ക് കാരണം തന്നെ ഇപ്പൊ ഫാരിസ് പറഞ്ഞല്ലോ, കണ്ടക്ടിവിറ്റിയുടെ കാരണം തന്നെ അയോൺസ് ആണ്. അപ്പൊ അയോൺസിന്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റിയും കുറയും. അപ്പൊ നമ്മളൊരു യൂണിറ്റ് വോളിയത്തിലുള്ള അയോൺസിന്റെ എണ്ണം കുറയും, അതുകൊണ്ട് ഈ സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റിയും കുറയും. ഇതാണ് നമ്മളുടെ കോൺസെൻട്രേഷൻ അനുസരിച്ച്, ഡയല്യൂഷൻ അനുസരിച്ച് കണ്ടക്ടിവിറ്റിക്ക് വരുന്ന വ്യത്യാസം. എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്, നമ്മളൊരു ഇലക്ട്രോലൈറ്റ് എടുക്കുന്നു, ഒരു ബീക്കറിൽ ഒരു ഇലക്ട്രോലൈറ്റ് എടുക്കുന്നു. ആ ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റി എത്രയാണെന്ന് പരിശോധിക്കുന്നു. കണ്ടക്ടിവിറ്റി പരിശോധിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഒരു യൂണിറ്റ് വോളിയം എടുക്കണം. എന്നിട്ട് അതിന്റെ അകത്ത് എത്ര അയോൺ ഉണ്ടെന്ന് എണ്ണി നോക്കണം. അപ്പൊ അങ്ങനെ എണ്ണി നോക്കി കഴിഞ്ഞപ്പോൾ ഇപ്പൊ സപ്പോസ് ഒരു 10 അയോൺ ഉണ്ടെന്ന് കരുതുക. ഒരു 10 അയോൺ അതിന്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ആ 10 അയോണും കൊണ്ടുള്ള കണ്ടക്ടിവിറ്റി, അതാണ് ആ സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്.
ഇനി ഞാൻ എന്ത് ചെയ്തു, അതിനകത്തേക്ക് കുറെ വെള്ളം കൂടെ കോരി ഒഴിച്ചു. വെള്ളം കോരി ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ആ സൊല്യൂഷന്റെ വോളിയം ഡബിൾ ആയി, അല്ലെങ്കിൽ ട്രിപ്പിൾ ആയി. നമ്മൾ ഒഴിക്കുന്ന വെള്ളം അനുസരിച്ച് നമ്മൾ കുറെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഈ വോളിയം 4 ഇരട്ടിയും 10 ഇരട്ടിയും ഒക്കെ ആവും. അങ്ങനെ വോളിയം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? നേരത്തെ നിന്നതുപോലെ ഇങ്ങനെ NaOH മോളിക്യൂൾസ് ഇങ്ങനെ അടുത്തടുത്തടുത്ത് നിൽക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പൊ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് നിൽക്കാൻ. അപ്പൊ അവരിങ്ങനെ അകന്നകന്ന് നിൽക്കും. ആദ്യം അടുത്തടുത്ത് നിൽക്കുന്നവരൊക്കെ അകന്നകന്നു പോകും. അകന്നകന്ന് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ആ ഒരു യൂണിറ്റ് വോളിയം മാത്രമല്ലേ എടുക്കുന്നുള്ളൂ. ആ യൂണിറ്റ് വോളിയം നമ്മൾ വരച്ചു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നേരത്തെ നിന്നിടത്തോളം അയോൺസ് ഉണ്ടായിരിക്കില്ല. കാരണം എല്ലാവരും അകന്നു പോയി. അപ്പൊ അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന വോളിയത്തിൽ നേരത്തെ അത്രയും നമ്പർ ഓഫ് അയോൺസ് ഉണ്ടായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ആ സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി കുറഞ്ഞു എന്ന് പറയാം. സോ ഇതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? എനിബഡി? എന്നാ എഴുതിക്കോ. ആദ്യം കണ്ടക്ടിവിറ്റിയുടെ കാര്യം എഴുതണം. എഴുതിക്കോളുക. When a solution is diluted, comma, its concentration decreases. Its concentration decreases. Its concentration decreases. This means the number of ions present in unit volume of that solution, the number of ions present in unit volume of that solution decreases upon dilution. Full stop. We know that conductivity is the conductance of unit volume of an electrolyte solution. Therefore, when we dilute the solution, comma, the number of ions per unit volume, decreases. And hence conductivity also decreases. ഒന്ന് വായിച്ചു നോക്കിയേ. And hence conductivity also decreases. വായിച്ച് എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഫസ്റ്റ് സെന്റൻസ് ഒന്നുകൂടെ പറയാമോ? ഫസ്റ്റ് സെന്റൻസ് ഞാൻ ഓർക്കണില്ല, മറ്റേ അഫിമോള് പറഞ്ഞു തരും കേട്ടോ. അഫിമോളെ ഒന്ന് വായിച്ചേ. When a solution is diluted, its concentration decreases. When a solution is diluted, its concentration decreases. ഇനി വേണോ ഭീമയ്ക്ക് എന്തെങ്കിലും സെന്റൻസ്? വേണ്ട. അപ്പൊ ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും.
അങ്ങനെയാണെങ്കിൽ ഇനി മോളാർ കണ്ടക്ടിവിറ്റിക്ക് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ കണ്ടക്ടിവിറ്റി കുറയുന്നു മനസ്സിലായല്ലോ. നമ്മൾ ഡൈല്യൂട്ട് ചെയ്യും തോറും നമ്മൾ കോൺസെൻട്രേഷൻ കുറയ്ക്കും തോറും ഈ കോൺസെൻട്രേഷൻ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഡൈല്യൂട്ട് ചെയ്യുക കേട്ടോ. അത് ഏത് വാക്ക് വേണമെങ്കിലും ഞാനിങ്ങനെ മാറി മാറി പ്രയോഗിക്കും. രണ്ടും ഒന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. കോൺസെൻട്രേഷൻ കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈല്യൂട്ട് ചെയ്യാന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ നമ്മളൊരു വസ്തുവിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കും തോറും അല്ലെങ്കിൽ ഡൈല്യൂട്ട് ചെയ്യും തോറും എന്ത് സംഭവിക്കും? ആ വസ്തുവിന്റെ കണ്ടക്ടിവിറ്റി കുറയും. ആ വസ്തു അല്ല, ആ സൊല്യൂഷൻ, ഇലക്ട്രോലൈറ്റ് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി കുറയും. അതിപ്പോ നമുക്ക് മനസ്സിലായി. ഇനി മോളാർ കണ്ടക്ടിവിറ്റിക്ക് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഞാൻ പറഞ്ഞു തരാം, അത് കഴിഞ്ഞിട്ട് എഴുതി തരാം. ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. നമുക്കറിയാം മോളാർ കണ്ടക്ടിവിറ്റി. ഇപ്പൊ ഈ ഇതേ സൊല്യൂഷന്റെ തന്നെ മോളാർ കണ്ടക്ടിവിറ്റിക്കുള്ള ഫോർമുല എന്താ? മോളാർ കണ്ടക്ടിവിറ്റി ഈസ് കാപ്പ ഡിവൈഡഡ് ബൈ സി അല്ലെ? കാപ്പ ഡിവൈഡഡ് ബൈ സി. പക്ഷെ നമ്മള് ഈ സൊല്യൂഷന്റെ കേസിൽ നമ്മൾ യൂണിറ്റ് വോളിയം ആണ് പരിഗണിക്കുന്നത് അല്ലെ? യൂണിറ്റ് വോളിയം ആണ് പരിഗണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഫോർമുലയ്ക്ക് വലിയ റെലവൻസ് ഇല്ല. നമ്മൾ മറ്റൊരു ഫോർമുലയാണ് പ്രയോഗിക്കുന്നത്. ലാംഡ എം ഇസ് ഈക്വൽ ടു കാപ്പ ഇൻറ്റു വി. കാരണം നമ്മൾ ഈ ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള കണ്ടക്ടൻസിനെ പറ്റിയാണ് പറയുന്നത് അല്ലെ? സോ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് വോളിയത്തിലുള്ള കണ്ടക്ടൻസ്. അപ്പൊ വോളിയം യൂണിറ്റി ആവുമ്പോൾ ഉള്ള കണ്ടക്ടൻസ് അതാണ് ലാംഡ എം. അപ്പൊ നമ്മൾ വോളിയം യൂണിറ്റ് ഇട്ട് കൊടുത്തു നോക്കിയാൽ നിങ്ങൾ വോളിയം ഈക്വൽ ടു 1 ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാംഡ എം ഇസ് ഈക്വൽ ടു കെ എന്ന് കിട്ടും, കാപ്പ എന്ന് കിട്ടും. സോ മോളാർ കണ്ടക്ടിവിറ്റി ഈസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് യൂണിറ്റ് വോളിയം ഓഫ് സൊല്യൂഷൻ. ഒരു യൂണിറ്റ് വോളിയം, സൊല്യൂഷന്റെ യൂണിറ്റ് വോളിയം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കണ്ടക്ടിവിറ്റിക്കാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് മോളാർ കണ്ടക്ടിവിറ്റി. അപ്പൊ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇവിടെ 1 മോൾ ആയിരിക്കണം സൊല്യൂഷൻ. അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മോൾ സൊല്യൂഷൻ ആയിരിക്കണം. സോ ഹിയർ ഇറ്റ് ഈസ് 1 മോൾ. അപ്പൊ നിങ്ങൾ നോക്കുക, നമ്മുടെ ഈ ഫോർമുല ലാംഡ എം ഇസ് ഈക്വൽ ടു കാപ്പ ഇൻറ്റു വി. ഇങ്ങനെയാണ് നമ്മുടെ ഫോർമുല. ഇനി നിങ്ങൾ പറയണം, നമ്മൾ ഈ സൊല്യൂഷനെ ഡൈല്യൂട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഇപ്പൊ ഉള്ള സൊല്യൂഷന്റെ ലാംഡ എം കാണാനുള്ള വാല്യൂ ആണ് എഴുതി വെച്ചേക്കുന്നത്. ഇപ്പൊ നമ്മുടെ കയ്യിൽ NaOH സൊല്യൂഷൻ ഉണ്ട് ബീക്കറിൽ. ആ NaOH സൊല്യൂഷന്റെ ലാംഡ എം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് കാപ്പ ഇൻറ്റു വി. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു? ആ NaOH സൊല്യൂഷനിലേക്ക് കുറെ വെള്ളം കൂടെ കോരി ഒഴിച്ചു. അങ്ങനെ വെള്ളം കോരി ഒഴിച്ചു കഴിയുമ്പോൾ ഈ ലാംഡ എമ്മിന് എന്ത് സംഭവിക്കും? അതാണ് എന്റെ ചോദ്യം. ആലോചിച്ചു നോക്കുക. വേറെ എന്തെങ്കിലും ആലോചിക്കാനല്ല പറഞ്ഞേ, ഇത് ആലോചിക്കുക കേട്ടോ. ഇത് ആലോചിക്കുക. ആലോചിക്കാൻ പറയുമ്പോ പല ആളുകളും മറ്റു പലതും ഒക്കെ ആലോചിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം. സ്വാലിഹയ്ക്ക് എന്താ തോന്നുന്നേ? പറഞ്ഞോളൂ. വെള്ളം കോരി ഒഴിച്ചാൽ എന്ത് സംഭവിക്കാനാ സാധ്യത? എന്താ അവിടുന്ന് മറ്റതല്ല? വെള്ളം കോരി ഒഴിച്ചാൽ സ്വാലിഹ ഉത്തരം പറഞ്ഞതിന് പകരം ബാക്കിയുള്ളവരാണോ പറയുന്നത്? അവർക്ക് മനസ്സിലായല്ലോ. സ്വാലിഹയ്ക്ക് എന്നിട്ട് മനസ്സിലായില്ലേ? എന്താ സ്വാലിഹ? മോളാർ കണ്ടക്ടിവിറ്റി മോളാർ കണ്ടക്ടിവിറ്റി കൂടുന്ന് പറയാൻ എന്താ കാരണം? സ്വാലിഹ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ വോളിയം കൂടും അല്ലെ? വോളിയം കൂടുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റിയും കൂടും. പക്ഷെ വോളിയം മാത്രമല്ലല്ലോ, അവിടെ ഒരു കാപ്പ എന്ന് പറഞ്ഞ സാധനം കൂടെ കണ്ടോ? കാപ്പയ്ക്ക് ഒന്നും സംഭവിക്കില്ലേ? കാപ്പ എന്ന് പറഞ്ഞാൽ എന്താ? കാപ്പ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി. അപ്പൊ കണ്ടക്ടിവിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു നമ്മൾ ഇച്ചിരി നേരം മുമ്പ് പറഞ്ഞില്ലേ? കണ്ടക്ടിവിറ്റി എന്ത് സംഭവിക്കുന്ന ഞാൻ പറഞ്ഞേ? കുറയും അല്ലെ? നമ്മളൊരു വസ്തുവിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വസ്തുവിന്റെ കണ്ടക്ടിവിറ്റി കുറയും. അപ്പൊ കാപ്പായുടെ വാല്യൂ കുറയും. സ്വാലിഹ പറയുന്നു വോളിയം കൂടും. അപ്പൊ ഒരെണ്ണം കുറഞ്ഞു, മറ്റേത് കൂടി. അപ്പൊ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല അല്ലെ? അങ്ങനെയാണ് സ്വാലിഹയുടെ. കാരണം ഒരെണ്ണം കുറഞ്ഞപ്പോ മറ്റേത് കൂടി, അപ്പൊ അത് കോമ്പൻസേറ്റ് ചെയ്തു. അപ്പൊ ഒന്നും സംഭവിക്കില്ല. ഈ അഭിപ്രായം അല്ലാത്ത വല്ലവരും ഉണ്ടോ? ഇങ്ങനെ അല്ലാത്ത മുദ്ദസ്സിർ കൈവക്കുന്നുണ്ടായിരുന്നല്ലോ. ഇത് തന്നെയാണ്, ഇങ്ങനെ തന്നെയാ പറയാൻ വന്നേ. ഓക്കെ, വേറെ എന്തെങ്കിലും വിരുദ്ധ അഭിപ്രായമുള്ള ആരെങ്കിലും? ആൻമേരി, ബെന്നിക്ക് എന്തെങ്കിലും വേറെ അഭിപ്രായം ഉണ്ടോ? ഇല്ല. ഇങ്ങനെ തന്നെ. ആവണിക്ക് വേറെ എന്തെങ്കിലും അഭിപ്രായം? ഇല്ല. ഫിമോക്ക്?
സർ ഞാൻ അതിന് പറഞ്ഞല്ല, ആ 1 മോൾ എന്നൊക്കെ എഴുതിയിട്ടില്ലേ, അവിടെ തൊട്ട് ഒന്നും കൂടെ ഒന്ന് പറയാവോ? പറയാം. അതായത് നമ്മുടെ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അഫിമോളെ? നമ്മൾ 1 മോൾ ഇലക്ട്രോലൈറ്റ് ആയിരിക്കണം എടുക്കേണ്ടത്. ആ 1 മോൾ ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റി, അതിന് പറയുന്ന പേരാണ് മോളാർ കണ്ടക്ടിവിറ്റി. 1 മോൾ ഇലക്ട്രോലൈറ്റ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ അത്രയുള്ള വ്യത്യാസമേ ഉള്ളൂ. മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഞാൻ പിന്നെ എഴുതിയിരിക്കുന്നത്, കാപ്പ ഇൻറ്റു വി. കാപ്പ ഇൻറ്റു വി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മോളാർ കണ്ടക്ടിവിറ്റി കിട്ടും. അതിന്റെ കാരണം എന്താ? 1 മോൾ ഇലക്ട്രോലൈറ്റിന്റെ വോളിയം നമ്മൾ എടുക്കുക, യൂണിറ്റ് വോളിയം അല്ലേ നമ്മൾ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്, യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ വിക്ക് 1 കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന കണ്ടക്ടിവിറ്റി 1 മോൾ ഇലക്ട്രോലൈറ്റിന്റെ യൂണിറ്റ് വോളിയം എടുക്കുമ്പോൾ കിട്ടുന്ന കണ്ടക്ടിവിറ്റി, അതിനെയാണ് നമ്മൾ ലാംഡ എന്ന് പറയുന്നത്. 1 മോൾ ആയിരിക്കണം സൊല്യൂഷൻ, അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. 1 മോൾ സൊല്യൂഷൻ, അതിന്റെ യൂണിറ്റ് വോളിയം എടുക്കുമ്പോൾ കിട്ടുന്ന കണ്ടക്ടിവിറ്റി, അതാണ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്റെ ചോദ്യം, ഇതിന്റെ അകത്തേക്ക് കുറെ വെള്ളം കൂടെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മോളാർ കണ്ടക്ടിവിറ്റിക്ക് എന്ത് പറ്റുന്നത്? മോളാർ അഫിമോളോട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. ഇവര് പറഞ്ഞ ആൻസർ തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഈ 1 മോൾ എന്ന് പറയുന്നത് അതിനകത്ത് ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ അല്ലേ? അതെ. ഇവര് പറഞ്ഞ തന്നെ. ഓക്കെ, മിസ്സാബ് സാർ മിസ്സാബിന് എന്നാ അഭിപ്രായം? അത് തന്നെയല്ലേ ശരി? അത് തന്നെയാണ് ശരി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞതൊക്കെ കറക്റ്റാ. കാരണം നിങ്ങൾ നോക്കുക, നമ്മൾ ഇതിന്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ചു എന്ന് വിചാരിക്കുക. ഇപ്പൊ ഉള്ള ലാംഡായം കണ്ടുപിടിക്കാനുള്ള ഫോർമുല, അത് നമ്മുടെ ഇത് ഇങ്ങനെ ഒരു ബീക്കർ ഉണ്ട്. ഈ ബീക്കറിൽ നമുക്കത് NaOH ഉണ്ട്. ആ NaOHന്റെ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ 1 മോളാണ്. സോ 1 മോളാറാണ് NaOH എടുത്തിരിക്കുന്നത്. അതിന്റെ ലാംഡായം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ലാംഡായം = കാപ്പ ഇൻറ്റു വി. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെയാണ്. ഇതിന്റെ അകത്തേക്ക് ഞാൻ എന്ത് ചെയ്തു? ഞാൻ വെള്ളം ഒഴിച്ചു. ഇതിന്റെ അകത്തേക്ക് ഞാൻ വാട്ടർ ആഡ് ചെയ്തു. വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? വെള്ളം ഒഴിക്കുമ്പോൾ ഉറപ്പായിട്ട് ഇതിന്റെ വോളിയം കൂടുമല്ലോ അല്ലെ? ഇപ്പോൾ ഉള്ളതിനേക്കാളും വോളിയം കൂടും. അപ്പൊ ഈ വി എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യും? കൂടും. വി കൂടും. പക്ഷെ ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയും അല്ലെ? സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി കുറയുന്നു ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാപ്പ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി അല്ലേ? അപ്പൊ ഈ കണ്ടക്ടിവിറ്റി കുറയും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കണ്ടക്ടിവിറ്റി കുറയുന്നത് നിരക്കിലല്ല വോളിയം കൂടുന്നത്. എന്താ പറഞ്ഞത്? കണ്ടക്ടിവിറ്റി കുറയുന്ന ഒരു നിരക്കുണ്ടല്ലോ, ആ നിരക്കിലായിരിക്കില്ല വോളിയം കൂടുന്നത്. കണ്ടക്ടിവിറ്റി കുറേശ്ശെ കുറയുള്ളൂ, പക്ഷെ വോളിയം പെട്ടെന്ന് കൂടും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വോളിയം കൂടുന്ന അത്രയും കണ്ടക്ടിവിറ്റി കുറയില്ല. അങ്ങനെയാണെങ്കിൽ ലാംഡായമിന് എന്ത് സംഭവിക്കും? അതാണ് ചോദ്യം. ലാംഡായം കൂടുവോ ലാംഡായം കുറയുമോ? അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്? കണ്ടക്ടിവിറ്റി നിങ്ങൾ പറഞ്ഞ പോലെ കുറയും, വോളിയം നിങ്ങൾ പറഞ്ഞ പോലെ കൂടുകയും ചെയ്യും. പക്ഷെ വോളിയം കൂടുന്ന സ്പീഡാണ് കൂടുതൽ. വോളിയം പെട്ടെന്ന് കൂടും, പക്ഷെ കണ്ടക്ടിവിറ്റി അത്ര പെട്ടെന്ന് കുറയില്ല. അങ്ങനെയാണെങ്കിൽ ലാംഡായമിന് എന്ത് സംഭവിക്കും? വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ ലാംഡായം കൂടുവോ ലാംഡായം കുറയുമോ? ആലിയ? ലാംഡായം കൂടും. അതിന്റെ കാരണം എന്താ? വോളിയം കൂടുവാണല്ലോ. കണ്ടക്ടിവിറ്റി എന്നാൽ അത്ര കാര്യമായിട്ട് കുറയണമില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കും? ലാംഡായമിന്റെ വാല്യൂ. ഇതാണ് മോളാർ കണ്ടക്ടിവിറ്റിക്ക് വരുന്ന വ്യത്യാസം. അത്രേ ഉള്ളൂ. അപ്പൊ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? എനി ഡൗട്ട്? അപ്പൊ താഴെ അടുത്ത പാരഗ്രാഫായിട്ട് എഴുതിക്കൊള്ളുക. For both strong and weak electrolytes, molar conductivity ബ്രാക്കറ്റിൽ ലാംഡ m, molar conductivity ബ്രാക്കറ്റിൽ ലാംഡ m, molar conductivity increases with dilution. Molar conductivity increases with dilution.
Molar conductivity increases with the dilution. This can be explained. This can be explained. This can be explained from the following formula. This can be explained from the following formula. This can be explained from the following formula. എന്നിട്ട് എഴുതുക ഫോർമുലയായിട്ട് താഴെ ലാംഡ എം എസ് ഈക്വൽ ടു ഇതുപോലെ എഴുതുക ലാംഡ എം എസ് ഈക്വൽ ടു കാപ്പ ഇൻറ്റു വി. ലാംഡ എം എസ് ഈക്വൽ ടു കാപ്പ കെ എന്ന് എഴുതി വെക്കാം കേട്ടോ, കാപ്പ ഇച്ചിരി ചെച്ചൊക്കെ എഴുതണേ. കാപ്പ ഇൻറ്റു വി. അടുത്ത പാരഗ്രാഫ്. When we dilute the solution, when we dilute the solution, when we dilute the solution, comma, the total volume bracket V, the total volume bracket V increases, the total volume increases. And the conductivity bracket kappa, and the conductivity bracket kappa, and the conductivity decreases, and the conductivity decreases, and conductivity decreases. But it is found that the increment of volume is more. But it is found that the increment of volume is more. The increment of volume is more. അതായത് വോളിയം ആണ് കൂടുതൽ കൂടുന്നത്, കണ്ടക്ടിവിറ്റി അത്ര കുറയുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കണ്ടക്ടിവിറ്റി കുറയുന്നുണ്ട്, പക്ഷെ വോളിയം കൂടുന്ന അതേ സ്പീഡിലല്ല കണ്ടക്ടിവിറ്റി കുറയുന്നത് എന്നാണ് പറഞ്ഞത്. So, but it is found that the increment of volume is more. Therefore, lambda m also increases with dilution. Therefore, lambda m also increases with the dilution. ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഹെഡിങ് എഴുതിക്കോളുക. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഇതുപോലെ എഴുതുക. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അതിന്റെ ബ്രാക്കറ്റിൽ നിങ്ങൾ ലാംഡ എന്നിട്ടിട്ട് മേളിൽ ഒരു സീറോയും കൂടെ ഇടുക. ഇതാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലാംഡ എം സീറോ, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങൾ നോക്കുക, നമ്മളുടെ കയ്യിൽ ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ NaOH NaCl അങ്ങനെ എന്തെങ്കിലും ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ഞാൻ കുറയ്ക്കാൻ പോവാണ്. അപ്പൊ കോൺസെൻട്രേഷൻ കുറയ്ക്കണ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, വെള്ളം ആഡ് ചെയ്താൽ. ഇത് കുറച്ച് പേരുടെ വീഡിയോ ഓഫ് ആണല്ലോ. വീഡിയോ ഓൺ ചെയ്തല്ലെങ്കിൽ ഞാൻ ഇപ്പൊ റിമൂവ് ചെയ്യാൻ പോവാ. മാളവിക, സലാവുദ്ദീൻ, നസ്രീൻ. കറണ്ട് ഇല്ല. ഓക്കെ. ഫാത്തിമ, ഇർഫാൻ. സാർ ഇവിടെ കണ്ടില്ല, അത് ഞാൻ ഓഫ് ആക്കിയാണ്.
ഓക്കെ ഓക്കെ. സാർ ഞാൻ ലെഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുക അതാണ്. ഓക്കെ. റൂബി ഉണ്ട് കേട്ടോ. അപ്പൊ അതായത് എന്റെ കയ്യിൽ ഇപ്പൊ ഒരു ഇലക്ട്രോലൈറ്റ്, നിങ്ങൾ അകാരണമായിട്ട് വീഡിയോ ഓഫ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഞാൻ ഈ 1.5 മണിക്കൂറേ ക്ലാസ് ഉള്ളൂ. അതിന്റെ ഇടയ്ക്ക് എനിക്ക് 16 തവണയൊന്നും ഇത് പറയാൻ പറ്റില്ല. നിങ്ങളുടെ ഓഫീസിൽ നിന്ന് അത് കണ്ടു കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്യും. അതുകൊണ്ട് ഇപ്പൊ ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ 1 മിനിറ്റ്, വിലപ്പെട്ട 1 മിനിറ്റ് നഷ്ടപ്പെട്ടു. ഓക്കെ, ഇനി നോക്കിക്കൊള്ളുക. അതായത് എന്റെ കയ്യിൽ ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ടെന്ന് കരുതുക. ആ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ ഞാൻ കുറയ്ക്കാൻ പോവാണ്. എങ്ങനെ കോൺസെൻട്രേഷൻ കുറയ്ക്കും? വെള്ളം ആഡ് ചെയ്യണം. അപ്പൊ ഞാനിങ്ങനെ വെള്ളം ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. ഇങ്ങനെ ആഡ് ചെയ്ത് അവസാനം അതിന്റെ കോൺസെൻട്രേഷൻ എത്രയായി? 0 ആയി എന്ന് വിചാരിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് അവസാനം ആ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ 0 ആയി എന്ന് വിചാരിക്കുക. അങ്ങനെ 0 ആയി കഴിയുമ്പോഴും അതിന് ചെറിയ കണ്ടക്ടിവിറ്റി ഉണ്ടാവും. ആ സൊല്യൂഷന് ചെറിയൊരു കണ്ടക്ടിവിറ്റി ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ 0 ആയി കഴിയുമ്പോൾ ആ സൊല്യൂഷൻ കാണിക്കുന്ന കണ്ടക്ടിവിറ്റി, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. കോൺസെൻട്രേഷൻ 0 ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഡൈല്യൂട്ട് ചെയ്യണം. ഡൈല്യൂട്ട് ചെയ്ത് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എന്നാണ് പറയുന്നത്. എന്താണ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ? ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടമാനം ഡൈല്യൂഷൻ. അങ്ങനെ ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ കഴിഞ്ഞു കഴിയുമ്പോഴാണ് കോൺസെൻട്രേഷൻ 0 ആവുന്നത്. കോൺസെൻട്രേഷൻ 0 ആയിപ്പോയി, കാരണം അത്രമാത്രം നമ്മൾ ഡൈല്യൂട്ട് ചെയ്തു. അങ്ങനെ കോൺസെൻട്രേഷൻ 0 ആയി കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കണ്ടക്ടിവിറ്റി, അന്നേരം ആ സൊല്യൂഷൻ കാണിക്കുന്ന കണ്ടക്ടിവിറ്റിക്കാണ് നമ്മൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഈ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിനെ അതുകൊണ്ട് വേറൊരു പേരും കൂടെ വിളിക്കും, മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. അങ്ങനെ കൂടെ വിളിക്കാറുണ്ട്. എങ്ങനെയാണ്? മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. അത് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എത്തിക്കഴിയുമ്പോൾ കാണിക്കുന്ന മോളാർ കണ്ടക്ടിവിറ്റി, അതിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ ആരെങ്കിലും? അപ്പൊ എഴുതിക്കോളുക. Limiting molar conductivity is defined as the molar conductivity സാർ ഒന്നും പറയാമോ? Limiting molar conductivity is defined as the molar conductivity when the concentration of electrolytes becomes zero. അതിന്റെ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എന്ന് എഴുതി വെക്കാം. അത് കോൺസെൻട്രേഷൻ 0 ആവുന്നതിന് പറയുന്ന പേരാണ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. ഒന്ന് വായിച്ചു നോക്കിക്കേ. Limiting molar conductivity is the molar conductivity of a solution when the concentration of the electrolyte becomes 0. ഒരു ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ 0 ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന കണ്ടക്ടിവിറ്റി, മോളാർ കണ്ടക്ടിവിറ്റിക്ക് പറയുന്ന പേരാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങളൊരു ജസ്റ്റ് അടുത്തൊരു സൈഡ് ഹെഡിങ് ആയിട്ട് എഴുതുക, λm for strong electrolytes. λm for strong electrolytes. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ λm, അതായത് മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം അതാണ് പറയുന്നത്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ λm കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ആണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ എക്സാമ്പിൾ ഏതാണ്? എല്ലാ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ഒക്കെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. ഇപ്പൊ NaOH, KOH, H2SO4,
HCl, HNO3, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്, ഇതൊക്കെ എന്താണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് എല്ലാം തന്നെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിൾസ് ആണ്. ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ ലാംഡ എം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? അതാണ് ഇത് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ താഴെ എഴുതിക്കൊള്ളുക. ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് lambda m can be determined for strong electrolytes, lambda m can be determined by എന്നിട്ട് ഇതുപോലെ എഴുതുക. by Debye-Huckel-Onsager equation. Debye-Huckel-Onsager equation. ഇങ്ങനെ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ എം കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ഡിബൈ-ഹക്കൽ ഇക്വേഷൻ നിങ്ങൾ കാണാണ്ട് പഠിക്കണം. എന്താണ് ഡിബൈ-ഹക്കൽ-ഓൺസാഗർ? അത് വലിയ ഡെറിവേഷൻ ആണ്, അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. നിങ്ങൾക്ക് അതിന്റെ ലാസ്റ്റ് ഇക്വേഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പൊ താഴെ എഴുതി വെച്ചോളുക. ഡിബൈ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ എഴുതിയിട്ട് താഴെ അത് ഇക്വേഷൻ എന്താണെന്ന് എഴുതുക. ലാംഡ എം ഇസ് ഈക്വൽ ടു ലാംഡ എം 0 മൈനസ് എ ഇൻറ്റു സി റൈസ് ടു ഹാഫ്. സി റൈസ് ടു ഹാഫ് എന്ന് എഴുതിയാൽ മനസ്സിലാവില്ലാത്തവര് റൂട്ട് സി എന്ന് എഴുതിയാലും മതി. സി റൈസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ റൂട്ട് സി ആണ്. എ ഇൻറ്റു റൂട്ട് സി എന്ന് എഴുതിയാലും മതി. എന്നിട്ട് അതൊരു ബോക്സിലാക്കി ഇടുക. ഇതാണ് ഡിബൈ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ എം കണ്ടുപിടിക്കുന്നത്. ലാംഡ എം അല്ല കേട്ടോ, ലാംഡ എം 0 അങ്ങനെ എഴുതിയാൽ മതി. ലാംഡ എം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ല, അത് ലാംഡ എം 0 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. എഴുതിക്കോളുക. അപ്പൊ നമ്മള് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പൊ നിങ്ങൾ എഴുതിയ സെന്റൻസ് ഒന്ന് വായിച്ചാൽ പിന്നോളെ. For strong electrolyte, lambda m can be determined by lambda m can be determined അല്ല, lambda m 0 can be determined. lambda m 0. പക്ഷെ ഇക്വേഷൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ, ഇക്വേഷൻ മാറ്റമൊന്നുമില്ല, ഇങ്ങനെ തന്നെയാണ്. lambda m 0 can be determined എന്നാക്കുക. lambda m 0 can be determined. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ഒരു സംശയം ഉണ്ടായിരിക്കുമല്ലോ, എന്നിട്ട് lambda m equal to എന്നാണല്ലോ എഴുതിയേക്കണേന്ന്. അത് എന്താണെന്ന് പറഞ്ഞുതരാം. lambda m 0 can be determined using Debye-Huckel-Onsager equation. ഇനി നിങ്ങൾ നോക്കിക്കോ, ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാം. എങ്ങനെ വരയ്ക്കും ഈ ഗ്രാഫ്? ഈ ഇക്വേഷൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യണം? y ഈക്വൽ ടു mx പ്ലസ് സി. പഴയ പരിപാടി ഞാൻ നിങ്ങളോട് പറഞ്ഞാർന്ന് വന്നു തന്നെ അല്ലെ. ഇനി എന്നോട് y ഈക്വൽ ടു mx പ്ലസ് സിയിൽ ഓരോന്ന് എന്നാ ചോദിക്കരുത്. അപ്പൊ നിങ്ങളൊന്ന് വരച്ച് ഗ്രാഫ് ഞാനൊന്ന് കാണട്ടെ എങ്ങനെയാ. ഗ്രാഫിന്റെ ഷേപ്പ് ഒന്ന് വരയ്ക്കണ്ട, എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എന്തെടുക്കുന്നു ഒന്ന് വരച്ച് എല്ലാവരും. ഗ്രാഫിന്റെ രണ്ട് ആക്സിസ് ഒന്ന് വരച്ചു വെക്കുക. ബാക്കി ഷേപ്പ് ഒക്കെ നമുക്ക് ഞാൻ പറഞ്ഞുതരാം. ഗ്രാഫിന്റെ രണ്ട് ആക്സിസ് വരയ്ക്കുക. ചുമ്മാ രണ്ട് ആക്സിസ് വരച്ച് വെച്ചാൽ പോരാ, ആ ആക്സിസിൽ എന്താ എടുക്കണേന്ന് കൂടെ എഴുതണം കേട്ടോ. വൈ ആക്സിസിൽ എന്തെടുക്കും, എക്സ് ആക്സിസിൽ എന്തെടുക്കും. അറിയില്ലാത്ത എത്ര പേരുണ്ട്? 500 തവണ എഴുതാൻ റെഡി ആയിട്ടുള്ളവർ എത്ര പേരുണ്ട്?
അഭിരാമി, y ആക്സിസിൽ എന്തെടുക്കും? ലാംഡ എം. ലാംഡ എം. x ആക്സിസിൽ എന്തെടുക്കും? എക്സ് ആക്സിസിൽ റൂട്ട് സി. പുസ്തകം തുറന്നു വച്ചേക്കുമല്ലേ എല്ലാവരും? ആണോ? പുസ്തകം തുറന്നു വച്ചേക്കുവാണോ? അല്ല, പുസ്തകം അടച്ചോട്ടെ. തുറന്നു വെക്കേണ്ട, അടച്ചോളുക. അപ്പൊ ശരിയാണ്, നമ്മുടെ അഭിരാമി പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം? ഇതിനെ ഞാൻ y = mx + c എന്നാക്കാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിക്കോ. y = mx + c. ഇതാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം x എന്താണെന്ന് കണ്ടുപിടിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ y ആക്സിസിലും x ആക്സിസിലും എടുക്കുന്ന സാധനം വേരിയബിൾസ് ആണ്. അത് വേരി ചെയ്യുന്ന സാധനം. അത് കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കരുത്. ആ വാല്യൂ ഇങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന സാധനത്തിന് മാത്രമേ നമ്മൾ y-ലും x-ലും എടുക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ സാധനത്തിൽ ഇനി വേരി ചെയ്യാൻ സാധനം ഈ a എന്ന് പറയുന്നത് എന്തായാലും ഒരു കോൺസ്റ്റന്റ് ആണ്. അതിനി മാറുമൊന്നുമില്ല. ലാംഡ m0 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിപ്പോ ഒരു ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ m0 ഒറ്റ വാല്യൂ ഉണ്ടാവുള്ളൂ. അത് മാറുമൊന്നുമില്ല. അപ്പൊ പിന്നെ മാറണ സാധനം എന്തായിരിക്കും? നമ്മുടെ C⁻, കോൺസെൻട്രേഷൻ ആണ് മാറാൻ സാധ്യത. ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ആണ് മാറുള്ളൂ. അപ്പൊ നമുക്ക് അവിടെ x എന്ന് എഴുതാം. അപ്പൊ കോൺസെൻട്രേഷന്റെ താഴെ x എന്ന് എഴുതിയാൽ അതിന്റെ കൂടെ ഉള്ളതായിരിക്കുമല്ലോ m. സോ mx. ഇതാണ് c, mx + c. ഇത് ഇങ്ങനെയാണ് നമ്മൾ y = mx + c എന്ന് എഴുതുന്നത്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗ്രാഫ് വരയ്ക്കുന്നത്. അപ്പൊ നമ്മൾ x ആക്സിസ് വരയ്ക്കുക, y ആക്സിസ് വരയ്ക്കുക. അതിനുശേഷം y ആക്സിസിൽ y-യുടെ നേരെ കിടക്കുന്ന സാധനം ലാംഡ m ആയതുകൊണ്ട് നമ്മൾ അതെടുത്ത് എഴുതി. എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എക്സിന്റെ നേരെ കിടക്കുന്ന c⁻½ ആയതുകൊണ്ട്, അല്ലെങ്കിൽ റൂട്ട് c ആയതുകൊണ്ട് നമ്മൾ അത് എഴുതി. എക്സ് ആക്സിസും y ആക്സിസും കഴിഞ്ഞു. ഇനി എന്ത് ഷേപ്പ് കിട്ടും ആണോ അടുത്ത ചോദ്യം, അല്ലെ? ഷേപ്പ് ഇങ്ങനെ കിട്ടൂ, ഇങ്ങനെ കിട്ടൂ, ഇങ്ങനെ കിട്ടൂ, ഇങ്ങനെ കിട്ടൂ, അല്ലെ? നാല് ഷേപ്പില്ലേ? 4 ഷേപ്പില്ലേ? എന്ത് ഷേപ്പ് കിട്ടും? താഴത്തോട്ട്, മേപ്പോട്ട്, ഹൊറിസോണ്ടല്, വെർട്ടിക്കല്. ഇതിന്റെ അകത്ത് ഏതാന്ന് പറഞ്ഞാൽ മതി. ഇത് ഹൊറിസോണ്ടല്, ഇത് വെർട്ടിക്കല്, ഇത് താഴത്തോട്ട്, ഇത് മേപ്പോട്ട്. ഏത് ഷേപ്പ് കിട്ടും പറഞ്ഞാൽ മതി. ചോദിക്കണവരെ കേട്ടോ, ചോദിക്കണവര്. അഫ്സർ, താഴത്തോട്ടാണോ? എന്തുകൊണ്ട് താഴത്തോട്ട്? അത് mx + ആയോണ്ട്. മനസ്സിലായില്ല? അങ്ങനെ പറഞ്ഞ താഴത്തോട്ടെന്ന് മാത്രം നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ ഞാൻ വിചാരിക്കും നിങ്ങൾ പുസ്തകത്തിൽ നോക്കി കോപ്പി അടിച്ചതാണ്. അപ്പൊ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ പുസ്തകത്തിൽ നോക്കി കോപ്പി അടിച്ചതല്ല എന്ന് തെളിയിക്കേണ്ടത്. അതിനാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ട് താഴത്തോട്ട്? അത് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ കോപ്പി അടിച്ചതല്ല എന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. പറഞ്ഞോ, എന്തുകൊണ്ട് താഴത്തോട്ട്? പോസിറ്റീവ് ഗ്രാഫ് ആയോണ്ട്. പോസിറ്റീവ് ഗ്രാഫ് ആയതുകൊണ്ട് താഴത്തോട്ടോ? എന്ത് മറുപടിയാ? മനസ്സിലായില്ല? പറ, പെട്ടെന്ന് പറ. എന്തുകൊണ്ട് താഴത്തോട്ട്? എന്തുകൊണ്ട് താഴത്തോട്ട്? അസറിനെ കൊണ്ട് ഞാൻ 1000 തവണ എഴുതിക്കും. 1000 തവണ. ഞാൻ ഈ ഗ്രാഫ് വരയ്ക്കണത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിച്ചോളണം. ഞാൻ ഇനി അടുത്ത ചാപ്റ്ററുകളിൽ ചോദിക്കുന്ന ഞാൻ 3 തവണ 4 തവണ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഹെൻറീസ് ലോ പറഞ്ഞപ്പോ ഇവിടെ പറഞ്ഞു, റൗൾസ് ലോ പറഞ്ഞപ്പോ പറഞ്ഞു, അത് കഴിഞ്ഞ് വേറെ എന്നാണ്ട് ഒരു ലോ പറഞ്ഞപ്പോഴും കൂടെ പറഞ്ഞു. ഇപ്പൊ 4ാമത്തെ തവണ ഈ സാധനം ചോദിക്കണം. ഇപ്പോഴും ഇത് അറിയാൻ പാടില്ലെങ്കിൽ എത്ര തവണ എഴുതണം അഫ്സറെ? 1000 തവണ. സ്ലോപ്പ് നെഗറ്റീവ്. സ്ലോപ്പ് നെഗറ്റീവ് ആയതുകൊണ്ട് സ്ലോപ്പ് ഈസ്, ഇവിടെ എമ്മിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾക്ക് താഴത്തോട്ട് ഗ്രാഫ് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ഗ്രാഫിന്റെ ഷേപ്പ് നിങ്ങൾ ഞാൻ വരയ്ക്കണ മാതിരി വരച്ചു വെച്ചോളൂ കേട്ടോ. ഗ്രാഫിന്റെ ഷേപ്പ് നമുക്ക് ഇങ്ങനെ കിട്ടും, ഇതുപോലെ. ഇതാണ് നമ്മുടെ ഗ്രാഫിന്റെ ഷേപ്പ്. താഴത്തോട്ട് ഇവിടെ ഇങ്ങനെ മുട്ടിച്ച് വരയ്ക്കരുത് കേട്ടോ. ശരി, ഇനി നിങ്ങൾ നോക്കുക. അപ്പൊ നമുക്കിപ്പോ ഗ്രാഫ് കിട്ടി. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് ഇപ്പൊ അഫ്സർ പറഞ്ഞ മാതിരി സ്ലോപ്പ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? സ്ലോപ്പ് ഇവിടെ നമ്മൾ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് ഈസ്, നമുക്കിത് എമ്മിന്റെ വാല്യൂ ആണ് സ്ലോപ്പ്. എം എന്ന് പറഞ്ഞാൽ -a അല്ലേ ഇവിടെ? സോ സ്ലോപ്പ് ഈസ് -a. y ഇന്റർസെപ്റ്റിന്റെ വാല്യൂ എത്രയാണ്? അതാണ് നിങ്ങൾ പറയേണ്ടത്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് y ഇന്റർസെപ്റ്റ്? y ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ c അല്ലെ?
സിയുടെ വാല്യൂ എന്താണ്? ലാംഡ എം 0 ആണ്. പക്ഷെ നിങ്ങൾക്കറിയാം ഈ ലാംഡ എം 0 എന്ന് പറഞ്ഞ സാധനത്തിന്റെ അർത്ഥം എന്താ? എന്താണ് ലാംഡ എം 0യുടെ അർത്ഥം? എന്താ ലാംഡ എം 0യുടെ അർത്ഥം? സുഫ്ന, ലാംഡ എം 0 എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്നാ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അല്ലേ? അത് 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 എന്നതാ അത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സുഫ്നയുടെ കയ്യിലേക്ക് ഞാൻ ഒരു സൊല്യൂഷൻ അങ്ങ് തന്നിട്ട് ഇതിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സുഫ്ന എന്ത് ചെയ്യും? സൊല്യൂഷനും മറ്റോണ്ട് വൈകുന്നേരം വരെ ഇരുന്നാൽ കിട്ടുമോ? കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? കോൺസെൻട്രേഷൻ കൊറേ ഇങ്ങനെ ഇൻഫിനിറ്റി ആയിട്ട് കോൺസെൻട്രേഷൻ 0 ആക്കും അല്ലെ? കോൺസെൻട്രേഷൻ 0 ആക്കണമെങ്കിൽ സുഫ്ന എന്ത് ചെയ്യും? കൊറേ വെള്ളം കോരി ഒഴിക്കും അല്ലെ? ഇങ്ങനെ വെള്ളം കോരി ഒഴിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് അതിന്റെ കോൺസെൻട്രേഷൻ 0 ആക്കും. കോൺസെൻട്രേഷൻ 0 ആക്കിയിട്ട് എന്ത് ചെയ്യും? കോൺസെൻട്രേഷൻ 0 ആക്കിയിട്ട് ചുമ്മാ അതിന്റെ അകത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ മതിയോ? പോരല്ലോ. അതായത് സുഫ്നയുടെ കയ്യിലേക്ക് ഞാനൊരു ഇലക്ട്രോലൈറ്റ് തന്നു. എന്നിട്ട് സുഫ്നയോട് ഞാൻ പറയുകയാണ് ഇതിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ എത്രയാണെന്ന് എനിക്ക് പറഞ്ഞു തരണം. ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കടയിൽ ഒരു സാധനം മേടിക്കാൻ പോയി. ഞാൻ കടയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്ക് സുഫ്ന എനിക്ക് എന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി പറഞ്ഞു തരണം. അപ്പൊ സുഫ്ന എന്ത് ചെയ്തു? ഞാൻ കടയിൽ പോയ തക്കത്തിന് കുറെ വെള്ളം കോരി അതിന്റെ അകത്തേക്ക് ഒഴിച്ച് എന്റെ കോൺസെൻട്രേഷൻ 0 ആക്കി. ഇപ്പോഴും കോൺസെൻട്രേഷൻ 0 ആക്കണ വരെയുള്ള സ്റ്റെപ്പല്ലേ നടന്നിട്ടുള്ളൂ. ഇനി അതിന്റെ വാല്യൂ എങ്ങനെ കിട്ടും? എങ്ങനെ അതിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കിട്ടും? കോൺസെൻട്രേഷൻ 0 ആക്കിയതിന് ശേഷം അതിന്റെ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യുക. ഇതിന്റെ കണ്ടക്ടിവിറ്റി എത്രയാണെന്ന് മെഷർ ചെയ്ത് കണ്ടുപിടിക്കുക. അതിന് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. മനസ്സിലായോ? അപ്പൊ അതായത് നമ്മൾ കോൺസെൻട്രേഷൻ 0 ആവുമ്പോൾ കിട്ടുന്ന കണ്ടക്ടിവിറ്റി, മോളാർ കണ്ടക്ടിവിറ്റി, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. പക്ഷെ ഈ ഗ്രാഫിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഈ ഗ്രാഫില് കോൺസെൻട്രേഷൻ 0 ആവുക എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഈ ഒറിജിൻ. ഇതാണ് 0. എക്സ് ആക്സിസിൽ നമ്മൾ കോൺസെൻട്രേഷനിൽ എടുത്തിരിക്കുന്നത് സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ്. അത് 0 ആവുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അപ്പൊ ഇവിടെയുള്ള ലാംഡ എമ്മിന്റെ വാല്യൂവിന് പറയുന്ന പേരാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ ഗ്രാഫ് ഇങ്ങനെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യണം. നമുക്ക് ഗ്രാഫ് ഇതുപോലെ കിട്ടുള്ളൂ. അതായത് ഈ കോൺസെൻട്രേഷൻ 0 ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ലാബിൽ വെച്ച് നമുക്ക് കോൺസെൻട്രേഷൻ 0, സുഫ്നയോട് ഞാൻ പറഞ്ഞ മാതിരി ഞാൻ കടയിൽ പോണ തക്കത്തിന് സുഫ്നയ്ക്ക് കോൺസെൻട്രേഷൻ 0 ആക്കാൻ പറ്റില്ല. യു കനോട്ട് മേക്ക് ദ കോൺസെൻട്രേഷൻ 0 ആക്കി കോൺസെൻട്രേഷൻ ആക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യണേ? നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണയുള്ള കോൺസെൻട്രേഷനിലുള്ള ലാംഡ എം വാല്യൂ ഒക്കെ കണ്ടുപിടിക്കും. ഇവിടെ ഈ കോൺസെൻട്രേഷൻ എടുക്കുക. ഇത് 0 അല്ലല്ലോ. ഈ കോൺസെൻട്രേഷനിലുള്ള ലാംഡ എം വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഈ കോൺസെൻട്രേഷനിലുള്ള ലാംഡ എം വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഈ കോൺസെൻട്രേഷനിലുള്ള ലാംഡ എം വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഈ കോൺസെൻട്രേഷനിലുള്ള ലാംഡ എം വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ ഒരു പോയിന്റ്. എന്നിട്ട് ഈ പോയിന്റ് എല്ലാം കൂടെ യോജിപ്പിച്ചപ്പോഴാണ് എനിക്ക് ഈ ഗ്രാഫ് കിട്ടിയത്. ഈ ഗ്രാഫിൽ നിന്ന് നമ്മൾ ലാംഡ എം 0 എത്രയായിരിക്കും എന്ന് ഊഹിക്കാൻ പോവാണ്. അതായത് ഈ കോൺസെൻട്രേഷൻ 0 ആക്കിയായിരുന്നെങ്കിൽ എത്ര ലാംഡ എം വരുമായിരുന്നു എന്ന് നമ്മൾ ഊഹിക്കാൻ പോവാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗ്രാഫ് ഇങ്ങനെ പുറകോട്ട് നീട്ടി വരച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ് ആയിരിക്കും ലാംഡ എം 0. കാരണം ഇതാണ് y ഇന്റർസെപ്റ്റ്. ആ y ഇന്റർസെപ്റ്റ് ഈ ഇക്വേഷൻ അനുസരിച്ച് y ഇന്റർസെപ്റ്റ് ആയിട്ട് കിട്ടുന്ന സാധനമാണ് ലാംഡ എം 0. So this will be the lambda m 0. മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണ്. ഞാൻ ഒന്നോടെ പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേട്ടോളുക. മനസ്സിലാവാത്തവരെ ഒന്നോടെ ശ്രദ്ധിച്ച് കേട്ടോളുക. അതായത് നമ്മുടെ ഡി-ബൈ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ ഇതാണ്. ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഗ്രാഫ് വരയ്ക്കാനൊന്നും നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. എന്ത് ചെയ്യണം? ലാംഡ എമ്മിനെ നമ്മൾ ഇവിടെ എടുക്കുക, c⁻½ ഇവിടെ എടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. ഇതാണ് ഡി-ബൈ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷന്റെ ഗ്രാഫ് വരയ്ക്കാനുള്ള ആക്സിസുകൾ. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ സ്ലോപ്പ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഗ്രാഫിന്റെ ഷേപ്പ് എനിക്ക് ഇതുപോലെയാണ് കിട്ടും. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഇവിടെ നിന്ന് വരയ്ക്കാത്തത്, ഇങ്ങനെ വരയ്ക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 0 കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾ ലാബിൽ അറ്റൈൻ ചെയ്യണത്. ഒരു വസ്തുവിന്റെ 0 കോൺസെൻട്രേഷൻ കിട്ടിയാൽ മാത്രമല്ലേ അതിന്റെ ലാംഡ എം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ആ പോയിന്റ് അവിടെ ഗ്രാഫിൽ വരയ്ക്കാൻ പറ്റുള്ളൂ.
അപ്പൊ അത് നമുക്ക് അറ്റൈനബിൾ അല്ല, നമുക്ക് ലാബിൽ വെച്ച് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. സീറോ കോൺസെൻട്രേഷൻ ആക്കിയിട്ട് പിന്നെ അതിന്റെ ലാംഡ എം എത്രയാണെന്ന് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അറിയാവുന്ന കോൺസെൻട്രേഷനിലുള്ള ലാംഡ എം വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് ഗ്രാഫ് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനത്തെ ഷേപ്പ് കിട്ടും. ഈ ഗ്രാഫിൽ നിന്ന് നമ്മൾ ഊഹിക്കുവാണ്, ഓക്കെ ഇനി സീറോ കോൺസെൻട്രേഷൻ എങ്ങാനും ആയിരുന്നെങ്കിൽ എത്ര ലാംഡ എം കിട്ടുമായിരുന്നു എന്ന് നമ്മൾ ഊഹിക്കുവാണ്. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിങ്ങനെ എക്സ്ട്രാപ്ലേറ്റ് ചെയ്ത് ഇവിടെ അങ്ങോട്ട് വരയ്ക്കും. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് ലാംഡ എം സീറോ. ഇതിനെയാണ് നമ്മൾ എന്താണ് സീറോ കോൺസെൻട്രേഷനിലുള്ള ലാംഡ എം. അതാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഇങ്ങനെയാണ് നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ഇനി നിങ്ങളുടെ സംശയം കേട്ടാലേ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി എന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലാവാത്തത്, എന്തൊക്കെയാണ് മനസ്സിലായതെന്നൊക്കെ വേണമെങ്കിൽ എന്നോട് ചോദിക്കാം. ചോദിച്ചില്ലെങ്കിൽ ഇവിടെ കൊണ്ട് തീരും കേട്ടോ. നിങ്ങളുടെ മനസ്സിലുള്ള സംശയമൊക്കെ അവിടെ തന്നെ നിൽക്കും. അതുകൊണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. എനി ഡൗട്ട്? ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇനി പറയുന്ന കാര്യം ഇച്ചിരൂടെ ഒരു ഹയർ ലെവൽ സാധനമാണ്. നിങ്ങൾ പഠിക്കണം എന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. എന്നാലും ഒരു മനസ്സിലാക്കലിന് വേണ്ടി ഞാൻ പറയുന്നതാണ്. ഞാൻ എങ്ങനെയായിരിക്കും ഈ ഗ്രാഫ് വരച്ചിട്ടുണ്ടാവുക? നിങ്ങൾ നോക്കിച്ച് പറയാമോ? എങ്ങനെയായിരിക്കും ഞാൻ ഈ ഗ്രാഫ് വരച്ചിട്ടുള്ളത്? ചുമ്മാ ഒരു പേപ്പർ പേന എടുത്തിട്ട് ഇങ്ങനെ ഒരു വര കിട്ടില്ലല്ലോ. ആ വര എനിക്ക് എങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? അത് നിങ്ങളൊന്ന് നോക്കിച്ചു. ഞാൻ എങ്ങനെയായിരിക്കും ഈ ഗ്രാഫ് വരച്ചിട്ടുണ്ടാവുക? ഇപ്പൊ ഞാൻ വേഗം നിങ്ങളോട് ഗ്രാഫിന്റെ ഷേപ്പ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷേപ്പ് ഒക്കെ പറഞ്ഞു. ഈ ഷേപ്പ് എനിക്ക് എങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും, ഷേപ്പ് കിട്ടിയത് സ്ലോപ്പ് നെഗറ്റീവ് ആയതുകൊണ്ട്. ഓക്കെ, സ്ലോപ്പ് നെഗറ്റീവ് ആയാൽ തന്നെ എനിക്ക് ഇങ്ങനെ കിട്ടാൻ പാടില്ലേ? ഇങ്ങനെ കിട്ടാറുന്നല്ലോ, ഇങ്ങനെ കിട്ടാറുന്നല്ലോ, ഇങ്ങനെ കിട്ടാറുന്നല്ലോ, ഇങ്ങനെ കിട്ടാറുന്നല്ലോ. ഇതിനൊക്കെ സ്ലോപ്പ് നെഗറ്റീവ് അല്ലേ? എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ തന്നെ കിട്ടി, അതായത് ആ നടുക്കേക്കട തന്നെ കിട്ടി എന്നാണ് എന്റെ ചോദ്യം. എങ്ങനെ കിട്ടി കാണാം? ഇതൊക്കെ ഇച്ചിരി ഹയർ ലെവലിൽ പഠിക്കാനുള്ള സാധനങ്ങളാണ്. പക്ഷെ നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെയാണ് നമ്മൾ ഒരു സാധനം പഠിക്കേണ്ടത്. അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാൻ പടം പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതി വെച്ചൊന്നും കാര്യമില്ല. എങ്ങനെ ഈ ഗ്രാഫ് കിട്ടിക്കാണും നിങ്ങൾ ഊഹിച്ചു നോക്കും. ഈ ഗ്രാഫ് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം സലാഹുദ്ദീനെ? എന്തൊക്കെ ഞാൻ ലാബിൽ പോയി ചെയ്താൽ എനിക്ക് ഈ ഗ്രാഫ് കിട്ടും? സർ, പല കോൺസെൻട്രേഷൻ എടുത്തിട്ട് മോളാർ കണ്ടക്ടിവിറ്റി ഓരോ കോൺസെൻട്രേഷനിലും മെഷർ ചെയ്തിട്ട് കുറച്ച് പോയിന്റ്സ് അടയാളപ്പെടുത്തിയിട്ട് ബാക്കി. വെരി ഗുഡ്. അങ്ങനെ തന്നെയാണ് അത് ചെയ്യേണ്ടത്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ച സലാഹുദ്ദീന് കാര്യമൊക്കെ മനസ്സിലായി. അപ്പൊ എങ്ങനെയാണ് ചെയ്യണതെന്ന് ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോ. അതായത് ഞാൻ ഈ ആക്സിസ് രണ്ടെണ്ണം ആദ്യം അങ്ങ് വരയ്ക്കുക. ഈ രണ്ട് ആക്സിസും ആദ്യം അങ്ങോട്ട് വരയ്ക്കുക. c⁻½ ഈ പറയുന്ന ലാംഡ എം എന്ന് പറയുന്ന ആക്സിസ് വരയ്ക്കുക. ഇനി എനിക്ക് ഷേപ്പ് കിട്ടണമല്ലോ. ഷേപ്പ് കിട്ടാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? ലാബിൽ ചെന്നിട്ട് കുറെ ബീക്കറുകൾ ഇങ്ങനെ എടുക്കുക. 1, 2, 3, 4, 5 ഇങ്ങനെ ഒരു 5 ബീക്കർ എടുക്കുക. ഈ 5 ബീക്കറിലും ഞാൻ എന്റെ ഇലക്ട്രോലൈറ്റ്, ഇപ്പൊ ഏത് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ എം 0 ആണോ കണ്ടുപിടിക്കേണ്ടത് ആ ഇലക്ട്രോലൈറ്റ് എടുക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ NaCl ആണെന്ന് വിചാരിച്ചോ. അല്ലെങ്കിൽ നിങ്ങളുടെ പുസ്തകത്തിൽ ഇപ്പൊ പൊട്ടാഷ്യം ക്ലോറൈഡ് എന്നാ പറഞ്ഞേക്കണേ. അപ്പൊ KCl തന്നെ എടുക്കാം. അപ്പൊ ഈ ബീക്കറിലും ഞാൻ KCl എടുക്കണം, ഈ ബീക്കറിലും ഞാൻ KCl എടുക്കണം, ഈ ബീക്കറിലും KCl എടുക്കണം, ഇവിടെയും KCl എടുക്കണം, ഈ ബീക്കറിലും KCl എടുക്കണം. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, എല്ലാ ബീക്കറിലെയും KClന് ഒരേ കോൺസെൻട്രേഷൻ ആയിരിക്കരുത്. പല കോൺസെൻട്രേഷൻ, ഒരെണ്ണം കുറഞ്ഞത്, ഒരെണ്ണം ഇച്ചിരൂടെ കൂടിയത്, പിന്നെ ഇച്ചിരൂടെ കൂടിയത്, പിന്നെ ഇച്ചിരൂടെ കൂടിയത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഞാൻ ഏറ്റവും കുറഞ്ഞ കോൺസെൻട്രേഷൻ എടുത്തു. അപ്പൊ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പൊ 1 മോളാർ, ഇവിടെ ഞാനിപ്പോ 2 മോളാർ, ഇവിടെ 3 മോളാർ, ഇവിടെ 4 മോളാർ, ഇവിടെ 5 മോളാർ, ഇങ്ങനത്തെ കോൺസെൻട്രേഷൻ എടുത്തു. ഇങ്ങനെ പല കോൺസെൻട്രേഷനിലുള്ള KCl സൊല്യൂഷൻ ഞാൻ പ്രിപ്പയർ ചെയ്തു വെച്ചു. ഇനി ഞാൻ എന്ത് ചെയ്തു? ഈ ഓരോ സൊല്യൂഷന്റെയും ലാംഡ എം വാല്യൂ കണ്ടുപിടിച്ചു. എന്ത് ചെയ്തു? ഈ സൊല്യൂഷന്റെ ലാംഡ എം എത്രയാണെന്ന് കണ്ടുപിടിച്ചു, 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 ഈ സൊല്യൂഷന്റെ ലാംഡ എം എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ലാംഡ എം കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് അറിയാലോ, K×V, K⁻V. ആ ഫോർമുല വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഓരോ സൊല്യൂഷന്റെയും ലാംഡ എം കണ്ടുപിടിച്ചു. എന്നിട്ട് ഇനി എന്ത് ചെയ്യണം? ഇത് വെച്ചിട്ടാണ് ഞാൻ ഗ്രാഫ് വരയ്ക്കുന്നത്. ഇത് വെച്ചിട്ട് എങ്ങനെ ഗ്രാഫ് വരയ്ക്കും? ആദ്യത്തെ സൊല്യൂഷൻ എടുക്കുക, ഈ സൊല്യൂഷൻ.
ഈ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എത്രയാണെന്ന് എനിക്കറിയില്ല 1. അപ്പൊ ഞാൻ ഇവിടെ 1, 2, 3, 4, 5 ഇങ്ങനെ എടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ കോൺസെൻട്രേഷൻ 1 ആണ്. അപ്പൊ 1 എന്നുള്ള എടുത്തെടുത്തു. അതിന്റെ ലാംഡായം വാല്യൂ എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഈ വാല്യൂ ഈ ഗ്രാഫിന്റെ ഇവിടെ എവിടെയാ വരുന്നതെന്ന് വെച്ചാൽ പ്ലോട്ട് ചെയ്യാം. അപ്പൊ എനിക്ക് ഇവിടെ ഇങ്ങനെ കിട്ടും, ഇവിടെ കിട്ടും, ഇങ്ങനെ കിട്ടി. ഇവിടെയാണ് ലാംഡായം വാല്യൂ കിട്ടിയെന്ന് അങ്ങനെ കിട്ടി. രണ്ടാമത്തെ സൊല്യൂഷൻ ഇത് 2 ആണ് അതിന്റെ കോൺസെൻട്രേഷൻ 2. അതിന്റെ ലാംഡായം വാല്യൂ ഞാൻ കണ്ടുപിടിച്ച് വരുമ്പോ എനിക്ക് ഇവിടെ കിട്ടും. മൂന്നാമത്തെ സൊല്യൂഷന്റെ ലാംഡായം വാല്യൂ എന്റെ കയ്യിലുണ്ടല്ലോ. അത് ഞാൻ ഇവിടെ മൂന്നാമത്തെ സൊല്യൂഷൻ 3 മോളാർ എന്നുള്ള ഇടത്തുനിന്ന് അവിടെ നിന്ന് ലാംഡായം കിട്ടുമ്പോൾ എനിക്ക് ഇവിടെ കിട്ടും. നാലാമത്തെ ലാംഡായം എടുത്തിട്ട് ഞാൻ പ്ലോട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ കിട്ടും. അഞ്ചാമത്തെ സൊല്യൂഷന്റെ ലാംഡായം വാല്യൂ പ്ലോട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടെ ചേർത്ത് ഞാനൊരു വര വരയ്ക്കണം. അപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ വര നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പോഴാണ് നിങ്ങൾക്ക് ആ സ്ലോപ്പ് നെഗറ്റീവ് ആയിട്ടുള്ള താഴത്തോട്ടുള്ള ഗ്രാഫ് കിട്ടുന്നത്. ലാബിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് ആ വര കിട്ടുന്നത്. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ട് വര ആ അപ്പുറത്തൊന്നും വന്നില്ല. അതായത് ഇവിടെ ടച്ച് ചെയ്യാണ്ട് ഞാൻ ഇവിടെ നിന്ന് ടച്ച് ചെയ്യാതെ ഞാൻ എന്തുകൊണ്ട് വരച്ചില്ല എന്നുള്ളതാണ് ഇനി ആലോചിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇവിടെ ടച്ച് ചെയ്ത് വരക്കണമെങ്കിൽ എനിക്ക് ബീക്കറിൽ എന്ത് സൊല്യൂഷൻ വേണമായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ബീക്കറിൽ ഏത് സൊല്യൂഷൻ എടുത്താലാണ് എനിക്ക് ആ ആക്സിസിൽ ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് കിട്ടാൻ സാധ്യത? നിങ്ങൾ നോക്കി, ഇവിടെ ടച്ച് ചെയ്യണം. ഇവിടെ എനിക്കൊരു പോയിന്റ് കിട്ടണമെങ്കിൽ ഞാൻ ബീക്കറിൽ എടുക്കുന്ന സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എത്രയായിരിക്കണം ആണ് എന്റെ ചോദ്യം. ബീക്കറിൽ എത്ര ഇപ്പൊ ബീക്കറിൽ ഞാൻ 1 മോളാർ 2 മോളാർ 3 മോളാർ 4 മോളാർ 5 മോളാർ എടുത്തിട്ടുണ്ടല്ലോ. ഇതുപോലെ എത്ര കോൺസെൻട്രേഷൻ എടുത്താലാണ് എനിക്ക് ആ ആക്സിസയിൽ ഒരു ലാംഡായം വാല്യൂ കിട്ടുന്നത് എന്നാണ് എന്റെ ചോദ്യം. എത്ര എടുക്കണം മുദ്ദസിറെ? എത്ര കോൺസെൻട്രേഷൻ എടുക്കണം? കോൺസെൻട്രേഷൻ 0 ആയിട്ട് എടുക്കണം. അതായത് KClന്റെ കോൺസെൻട്രേഷൻ 0 ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് നിങ്ങൾ. അത് എങ്ങനെ എടുക്കും? അങ്ങനെ എടുക്കാൻ പറ്റില്ല. അങ്ങനെ KClന്റെ കോൺസെൻട്രേഷൻ 0 ആക്കിയ ഒരു സൊല്യൂഷൻ നമുക്ക് ബീക്കറിൽ എടുക്കാനായിട്ട് സാധിക്കില്ല. KClന്റെ സൊല്യൂഷൻ 0 ആന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി ഇതിന്റെ മീനിങ് എന്താ? KCl എന്ന് പറഞ്ഞ സാധനമേ ഇല്ല എന്നല്ലേ? അല്ലെ? കോൺസെൻട്രേഷൻ 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അങ്ങനെ ഒരു സാധനമേ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത് അങ്ങനെ നമ്മൾ ബീക്കറിൽ എടുത്തിട്ട് വല്ല പ്രയോജനമുണ്ടോ? അങ്ങനെ പ്രയോജനമില്ല. സോ അതൊരു തിയറട്ടിക്കൽ കൺസെപ്റ്റ് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ലാബിൽ അങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ആ വാല്യൂ എനിക്ക് ലാബിൽ കണ്ടുപിടിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ആണ് ഞാൻ ഗ്രാഫ് വരച്ചിട്ട് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്യാണ്? അപ്പൊ എനിക്ക് ഉള്ള വാല്യൂ ഒക്കെ വെച്ചിട്ട് ഞാനൊരു ഗ്രാഫ് വരച്ചു. എന്നിട്ട് ഞാൻ ഊഹിക്കുവാണ്. അതായത് ഇനി 0 എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ഞാൻ എടുത്തായിരുന്നെങ്കിൽ എനിക്ക് എത്ര ലാംഡ കിട്ടുമായിരുന്നു. അപ്പൊ അത് കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്തു? ഈ ഗ്രാഫ് പുറകോട്ട് അങ്ങോട്ട് വരച്ചു. അങ്ങനെ പുറകോട്ട് വരച്ചപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ഈ വാല്യൂ ആയിരുന്നു എനിക്ക് കിട്ടുമായിരുന്നത്. അതായത് ഞാൻ 0 എന്ന് പറഞ്ഞ ഒരു സൊല്യൂഷൻ എടുത്തായിരുന്നെങ്കിൽ, ആക്ച്വലി ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല, ഇനി അത് എങ്ങാനും എടുത്തായിരുന്നെങ്കിൽ എനിക്ക് എത്ര ലാംഡ കിട്ടുമായിരുന്നോ? ഈ ഗ്രാഫിക് കിട്ടണം. അത്രയും കിട്ടും. അതിനെയാണ് ലാംഡ M0 എന്ന് പറയുന്നത്. ഇതുപോലെയാണ് നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ M0 കണ്ടുപിടിക്കുന്നത്. അത്രയേ ഉള്ളൂ. അപ്പൊ ഫുള്ളായി. ഇനി എന്തെങ്കിലും സംശയമുള്ളതെന്ന് ചോദിച്ചു. അപ്പൊ ഇനി എല്ലാവരും ഗ്രാഫ് വരച്ചെടുത്തോളൂ. അങ്ങനെയാണെങ്കിൽ ഗ്രാഫിൽ ആ ബീക്കർ ഒന്നും വരയ്ക്കണ്ട കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഗ്രാഫ് വരച്ചെടുത്തോളൂ. എന്നിട്ട് ആ എക്സ്ട്രാപ്ലേറ്റ് ചെയ്യുന്നത് ഡോട്ടഡ് ലൈൻ വരച്ചിട്ട് വരയ്ക്കണം. പുറകോട്ട് വരയ്ക്കുന്നത് ഡോട്ടഡ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് അവിടെ ലാംഡ M0 എന്ന് കൊടുക്കുക. എന്നിട്ട് താഴെ എഴുതുക, ഇൻ ദ ഡി ബൈ ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ, ഇൻ ദ ഡി ബൈ ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ, ഇൻ ദ ഡി ബൈ ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ, comma, C is the concentration, C is the concentration, and A is a constant. A എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. And A is a constant. For strong electrolytes, comma, lambda M0 can be determined by
determined by lambda m0 can be determined by extrapolating the graph of d by Huckel equation. Extrapolating the graph of d by Huckel equation. Extrapolating the graph of d by Huckel equation. ഇനി നിങ്ങൾ ആ ഗ്രാഫിൽ ഒരു സാധനം കൂടെ എഴുതി വെക്കണം. ഈ വര വരച്ചിട്ടില്ലേ, ആ വരയുടെ ഇവിടെ നിങ്ങൾ എന്തെഴുതണം? KCl എന്നിങ്ങോട്ട് എഴുതണം. എന്നിട്ട് ബ്രാക്കറ്റിൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്നിങ്ങോട്ട് എഴുതുക. അപ്പൊ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫാണ് ഈ വരച്ച് വെച്ചേക്കുന്നത്. KCl strong electrolyte. Strong electrolyte. അപ്പൊ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ m0 കണ്ടുപിടിക്കണം എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഈ രീതിയിലാണ് നമുക്ക് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ m0. അങ്ങനെയാണ് ഇനി വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ m0 എങ്ങനെ കണ്ടുപിടിക്കാം? അതാണ് ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ m0 കണ്ടുപിടിക്കുക? അപ്പൊ നിങ്ങൾ നോക്കുക, ഇതേപോലെ തന്നെ ഈ KCl എടുക്കുന്നതിന് പകരം ഞാൻ ഇനി അപ്പൊ എന്തെടുക്കണം? ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് എടുക്കണം. വീക്ക് ഇലക്ട്രോലൈറ്റ് ഫോർ എക്സാമ്പിൾ അസറ്റിക് ആസിഡ്. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരുന്നാൽ മതി കേട്ടോ. ഇനി ആദ്യം ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുതരാം. അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു വീക്ക് ഇലക്ട്രോലൈറ്റാണ് ഞാൻ എടുത്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെ കിട്ടില്ല. ഇപ്പൊ ഈ വരച്ചേക്കണ മാതിരി ആയിരിക്കില്ല ഗ്രാഫിന്റെ ഷേപ്പ്. അപ്പൊ ഗ്രാഫ് വരക്കണ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണും. ഇതേ പ്രൊസീജിയറിൽ തന്നെ എന്ത് ചെയ്യുക? KCl എടുക്കുന്നതിന് പകരം അസറ്റിക് ആസിഡ് എടുക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. എന്നിട്ട് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ പരിപാടി തന്നെ റിപ്പീറ്റ് ചെയ്യുക. 5 ബീക്കർ എടുക്കുക, 5 ബീക്കറിലും 5 കോൺസെൻട്രേഷനിൽ അസറ്റിക് ആസിഡ് എടുക്കുക, ഓരോ ബീക്കറിലെയും ലാംഡായം കണ്ടുപിടിക്കുക, ഗ്രാഫ് വരയ്ക്കുക. അപ്പൊ ഗ്രാഫിന് കിട്ടുന്ന ഷേപ്പ് എന്താണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നോക്കിക്കോ, അന്നേരം കിട്ടുന്ന ഷേപ്പാണ് ഇതുപോലെ ഒരു ഷേപ്പ്. ഇതുപോലെ ഒരു ഷേപ്പാണ് ആർക്ക് കിട്ടുന്നത്? അസറ്റിക് ആസിഡ് അഥവാ വീക്ക് ഇലക്ട്രോലൈറ്റ് എടുത്താൽ കിട്ടുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, ഈ ഗ്രാഫിൽ നിന്ന് എനിക്ക് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ m0 കണ്ടുപിടിക്കാൻ സാധിക്കുമോ ഇല്ലയോ? ഈ ഗ്രാഫിൽ നിന്ന് അപ്പൊ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ m0 കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിക്കുക. എങ്ങനെയാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ m0 കണ്ടുപിടിച്ചത്? അതുപോലെ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ m0 കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ? ഇതാണ് എന്റെ ചോദ്യം. പറ്റുമെങ്കിൽ എന്തുകൊണ്ട്, പറ്റില്ലെങ്കിൽ എന്തുകൊണ്ട്? ഷേപ്പ് ഞാനിപ്പോ പറഞ്ഞു തന്നിട്ടുണ്ട്. ഷെറിനാണ് പറയേണ്ട ഉത്തരം. ഷെറിൻ, പറ്റില്ലല്ലോ. എന്തുകൊണ്ട് പറ്റില്ല ഷെറിൻ? എന്തുകൊണ്ട് പറ്റില്ല? ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് എനിക്ക് ആദ്യം വേണ്ടത്. ശരിക്കും പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ലോട്ടറി എടുക്കുന്ന മാതിരിയാ അല്ലെ? നമ്മള് പറ്റും എന്ന് പറഞ്ഞാൽ 50% പ്രോബബിലിറ്റി നിങ്ങൾ മാത്സിൽ പഠിക്കുന്നതല്ലേ അല്ലെ? ശരിയാവാനുള്ള സാധ്യത 50%, അല്ലെ? തെറ്റാവാനുള്ള സാധ്യത 50%. അതൊരു ലക്ക് ഫാക്ടറാണ്. എന്തുകൊണ്ടെന്നുള്ള ഉത്തരം പറയുമ്പോഴാണ് നിങ്ങൾ ഇന്റലിജന്റ് ആണോ എന്ന് മനസ്സിലാവുന്നത്. ആ ചോദ്യത്തിനാണ് മറുപടി വേണ്ടത് ആക്ച്വലി. ഷെറിനൊക്കെ നല്ല ഇന്റലിജന്റ് ആണല്ലോ, പിന്നെ എന്താ മറുപടി പറഞ്ഞാൽ? പറ്റില്ല എന്ന് പറയാൻ അപ്പൊ ലോട്ടറി എടുത്താന്ന് ഞാൻ പറയുന്നു. ലോട്ടറി എടുത്താണോ ഷെറിൻ? എന്നാ പറയാലോ. എന്തുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു? നെസ്രിൻ? പറ്റില്ലല്ലോ. പറ്റില്ലെങ്കിൽ കാരണമാണ് വേണ്ടത്. അത് സീറോയിലേക്ക് വരയ്ക്കാൻ പറ്റില്ല. അതാണ് കാരണം. അത് നിങ്ങളിത് ഇപ്പൊ ഈ ഗ്രാഫ്, പഴയ ഗ്രാഫ് ഞാൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തല്ലേ സീറോയിലേക്ക് എത്തിച്ചത് അല്ലെ? ലാംഡ m0 കണ്ടുപിടിക്കണമെങ്കിൽ 0 കോൺസെൻട്രേഷനിലുള്ള ലാംഡ m, അതിനെയാണല്ലേ നമ്മൾ ലാംഡ m0 എന്ന് പറയുന്നത്. 0 കോൺസെൻട്രേഷനിൽ കിട്ടുന്ന ലാംഡ m വാല്യൂവിനെയാണ് നമ്മൾ ലാംഡ m0 എന്ന് പറയുന്നത്. അപ്പൊ ഈ 0 കോൺസെൻട്രേഷനിൽ കിട്ടണമെങ്കിൽ നമുക്ക് ഈ കിട്ടുന്ന ഗ്രാഫ് ഇങ്ങനെ പുറകോട്ട് വരയ്ക്കണം. ഇതിപ്പോ ഞാൻ ഇങ്ങനെ പുറകോട്ട് വെച്ച് ഇങ്ങനെ മേപ്പോട്ടേക്ക് പോവല്ലേ ഉള്ളൂ.
അല്ലാണ്ട് ആ ഗ്രാഫിന്റെ വൈ ആക്സിസിൽ ചെന്ന് എപ്പോഴെങ്കിലും മുട്ടുവോ? മുട്ടില്ല. അതുകൊണ്ട് നമുക്ക് സീറോ കോൺസെൻട്രേഷനിലുള്ള ലാംഡ എം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. വീക്ക് ഇലക്ട്രോലൈറ്റിനെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? ലാംഡ എം സീറോ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഈ ഗ്രാഫും കൂടെ വരച്ചു വെക്കുക. ഈ ഡോട്ട് വരയ്ക്കണ്ട കേട്ടോ. ഈ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ആ മേളിൽ കൊടുത്തേക്കുന്ന ഗ്രാഫിൽ തന്നെ ഇതും കൂടെ വരച്ചാൽ മതി. ഇങ്ങനെ ഒരു വരയും കൂടെ വരയ്ക്കണം. അപ്പൊ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് വരയ്ക്കണം കേട്ടോ. ഈ വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ വേണം ഇങ്ങനെ ഇത്രയും ഭാഗം വരയ്ക്കാൻ. എന്നിട്ട് താഴത്തോട്ട്. എന്നിട്ട് നിങ്ങൾ ഈ ഗ്രാഫിന്റെ ഇവിടെ നിങ്ങൾ CH3COOH അസറ്റിക് ആസിഡ് ആണത്. ബ്രാക്കറ്റില് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് എഴുതുക. വീക്ക് ഇലക്ട്രോലൈറ്റ്. എന്നിട്ട് താഴെ വീണ്ടും അടുത്ത പാരഗ്രാഫ് ആയിട്ട് എഴുതുക. ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ് ലൈക്ക് അസറ്റിക് ആസിഡ്, ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ ഇത്. എക്സാമിന് എന്തായാലും ചോദിക്കും. ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ് ലൈക്ക് അസറ്റിക് ആസിഡ്, അസറ്റിക് ആസിഡ് എന്ന് എഴുതിയിട്ട് മനസ്സിലാവാത്തവർ ബ്രാക്കറ്റിൽ CH3COOH എന്ന് എഴുതി വെച്ചാൽ നാളെ ഒരു ദിവസം നോക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല. സോ ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ് ലൈക്ക് അസറ്റിക് ആസിഡ് ബ്രാക്കറ്റിൽ CH3COOH, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് കോമ ഇടുക. We cannot determine the lambda m0. We cannot determine the lambda m0 by extrapolating the graph. We cannot determine lambda m0 by extrapolating the graph. Because we are not getting a straight line. Because we are not getting a straight line. Because we are not getting a straight line. Therefore, lambda m0 of a weak electrolyte, is determined by എന്നിട്ട് ഞാൻ ഈ എഴുതുന്ന പോലെ എഴുതുക കേട്ടോ. Is determined by Kohlrausch's law. Full stop. അത്രേ ഉള്ളൂ. അപ്പം ശ്രദ്ധിച്ച എല്ലാവരും. അതായത് നമുക്ക് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ m0 എങ്ങനെ കണ്ടുപിടിക്കാം? ആ ഗ്രാഫിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. എങ്ങനെ? ചുമ്മാ ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ നീട്ടി വരച്ചാൽ മതി. അപ്പൊ അത് വൈ ആക്സിസിൽ ചെന്ന് മുട്ടുന്ന പോയിന്റ് ആയിരിക്കും ലാംഡ m0. അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ ലാംഡ m0 നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ഞാനിപ്പോ പറഞ്ഞല്ലോ. ഗ്രാഫിന്റെ ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് പുറകോട്ട് നീട്ടി വരയ്ക്കാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും എനിക്കത് കണ്ടുപിടിക്കണമല്ലോ. അത് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ലോയുടെ പേരാണ് എന്ത് ലോ? കോൾറാഷസ് ലോ. കോൾറാഷസ് ലോ ഉപയോഗിച്ച് മാത്രമേ എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ m0 കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓടിച്ച് വായിച്ചു നോക്കിക്കേ. എല്ലാവരും ഒന്ന് ഓടിച്ച് വായിച്ചേ. ആ വേരിയേഷൻ ഓഫ് മോളാർ ഇന്ന് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പഠിപ്പിച്ചത്. വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി. എഴുതി തന്നേക്കുന്ന കാര്യങ്ങൾ ആദ്യം തൊട്ടൊന്ന് വായിച്ചു നോക്കി.
വായിച്ചോ. അഫിമോള് ഓഡിയോ ഒന്ന് ഓൺ ചെയ്ത്. തർബിയത്ത് സ്കൂളിൽ എന്തോരമായി പഠിപ്പിച്ചത്? എത്ര ചാപ്റ്ററായി? 4ാമത്തെ ചാപ്റ്റർ ആണ് ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ 7ാമത്തെ പഠിപ്പിച്ചു. 7ാമത്തെ ആദ്യം തന്നെ പി ബ്ലോക്കാ? അങ്ങനത്തെ ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് അതൊരു മെനാട്ട ചാപ്റ്ററാ. ഇനി മുദ്ദസ്സിറിന്റെ സ്കൂളിലോ? മുദ്ദസ്സിർ എന്റെ ക്ലാസ്സിലാ സാർ. അതെ ക്ലാസ്സിൽ തന്നെയാണോ? പിന്നെ വേറെ ഏതൊക്കെയോ സ്കൂൾ? സലാഹുദ്ദീൻ വേറെ സ്കൂളിലാന്ന് തോന്നുന്നു അല്ലേ? എവിടെയത്? SNDP-യോ? SNDP-യില്. അവിടെ എന്തോരമായി? അവിടെ ഇപ്പൊ ഓൺലൈനില് DF ബ്ലോക്ക് എടുക്കുന്ന, പിന്നെ ക്ലാസ്സിൽ വെച്ച് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ഉണ്ടോ? ഇപ്പൊ എല്ലാം ഉണ്ടോ? ശരി. അപ്പൊ പാതിരാത്രി എടുക്കും ഓൺലൈൻ? അപ്പൊ എപ്പോഴാ എടുക്കുന്നത് ഓൺലൈൻ? രാത്രി എത്ര മണിക്ക് എടുക്കുന്നത്? രാത്രി എടുക്കുന്ന ഓൺലൈൻ ക്ലാസ്. എത്ര മണിക്ക്? 7 തൊട്ട് 2 ക്ലാസ് ഉണ്ടാവും. 7:15. ഓൺലൈൻ കണ്ടുപിടിച്ചത് വലിയ ഉപദ്രവമായല്ലോ അപ്പൊ അല്ലേ? അപ്പോ രാവിലെ വൈകുന്നേരം ഒന്നും സൗകര്യം തരില്ല. അപ്പൊ സ്വാലിക്കയുടെ സ്കൂൾ ഏതാ? ഈ 2 സ്കൂൾ അല്ലാണ്ട് വേറെ ഏതെങ്കിലും സ്കൂളിൽ നിന്നുള്ളവരുണ്ടോ? ഈ SNDP-യും മാളവിക വേറെ ഏതൊരു സ്കൂളിലല്ലേ? പുതുപ്പാടിയോ? പൈങ്ങോട്ടൂര്. പൈങ്ങോട്ടൂര്. അവിടെ എന്തോരമായി മാളവിക? അവിടെ 1, 2, 3 പിന്നെ പോളിമേഴ്സ് പഠിപ്പിച്ചു, പി ബ്ലോക്ക് പഠിപ്പിച്ചു, കോർഡിനേഷൻ കോമ്പൗണ്ട് തുടങ്ങുക. ശരി. കൂടുതൽ പേരോട് ചോദിച്ചാൽ മിക്കവാറും എനിക്ക് വല്ല അറ്റാക്കും വരും എന്നുള്ളതുകൊണ്ട് തൽക്കാലം ഞാൻ ചോദ്യങ്ങൾ നിർത്തി. അപ്പൊ ഈ വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി നമ്മൾ എന്തായാലും പഠിപ്പിച്ച് തീർക്കും കേട്ടോ, അതിനൊന്നും സംശയം വേണ്ട. എന്തുകൊണ്ടും കാണിക്കട്ടെ, രാത്രിയോ പകലോ സന്ധ്യക്കോ എപ്പോഴാണെങ്കിലും എടുക്കട്ടെ, നമുക്ക് എന്തായാലും ഈ സമയത്ത് തന്നെ പഠിപ്പിച്ച് തീരും നമ്മള്. അപ്പൊ ഇത് പഠിപ്പിക്കുന്ന കാര്യം പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുള്ളത്. എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട്, പഠിക്കലുണ്ടോന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അതൊന്ന് വായിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ എന്നോട്. വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി. അപ്പൊ അഫിമോള് എല്ലാവർക്കും വേണ്ടി ആ സ്ട്രോങ് ഇലക്ട്രോലൈറ്റും വീക്ക് ഇലക്ട്രോലൈറ്റിന്റെയും λ0 കണ്ടുപിടിക്കണം എങ്ങനെയാണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. 1 മിനിറ്റ് സമയമുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തോളൂ. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ λ0 കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ആണ് D/Huckel-Onsager ഇക്വേഷൻ. λm = λm0 മൈനസ് A × C⁻²1/2. ഇതിനകത്ത് λm മോളാർ കണ്ടക്ടിവിറ്റി, മറ്റേത് λm0 ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി, A ഒരു കോൺസ്റ്റന്റ് ആണ്, C കോൺസെൻട്രേഷൻ. ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുന്നത് വഴിയാണ് λm0 കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഓക്കെ, ബാക്കി പറഞ്ഞു. മറ്റേതൊന്നും ഞാൻ പറയണ്ടേ? ഇല്ല, ഗ്രാഫ് വരയ്ക്കുന്നതോട്ട് പറഞ്ഞാൽ മതി. ഓക്കെ. ഗ്രാഫ് നമുക്ക് ഓരോ കോൺസെൻട്രേഷനിലുള്ള λmന്റെ വാല്യൂ കണ്ടുപിടിച്ച് നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. പിന്നെ ഈ λm0 എന്ന് പറഞ്ഞ കോൺസെൻട്രേഷൻ 0 ആകുമ്പോഴുള്ള മോളാർ കണ്ടക്ടിവിറ്റി ആണ്. പക്ഷെ കോൺസെൻട്രേഷൻ 0 എന്നുള്ളത് ഒരു പ്രാക്ടിക്കലി പോസിബിൾ ആയ കാര്യമില്ല. അപ്പൊ നമ്മൾ ഗ്രാഫിനെ എക്സ്ട്രാപോളേറ്റ് ചെയ്താണ് λm0 കണ്ടുപിടിക്കുന്നത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ. വീക്ക് ഇലക്ട്രോലൈറ്റിലേക്ക് വരുമ്പോൾ ഗ്രാഫ് മറ്റൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ല കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ ഗ്രാഫ് എക്സ്ട്രാപോളേറ്റ് ചെയ്ത് അതിന്റെ λm0 വാല്യൂ കണ്ടുപിടിക്കുന്നത് പോസിബിൾ അല്ല. അതിന് വേറൊരു ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കോൾറാഷസ് ലോ ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ലോ നമുക്ക് നാളെ പറയാം. ഓക്കെ, താങ്ക് യു. Thank you, sir.